സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവർ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് നൽകിയല്ലോ. വളരെ പ്രാർത്ഥനയോടുകൂടി ദിവസത്തിൽ നമുക്കായിരിക്കാം. ഒരു നല്ല ജീവിതാനുഭവം നമ്മളിന്ന് കേൾക്കാൻ പോകുകയാണ്. നമ്മുടെ നടുവിൽ അനുഗ്രഹീതനാകുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. നിൻ്റെ സന്നിധിയിൽ ഒന്നിച്ച് പിന്നെയും ഒരു പ്രാവശ്യം കടന്നു വരുവാന്തക്കൊണ്ടും അവിടെ നൽകിയ സാവകാശത്തിനായ സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന പ്രിയ പാസ്റ്ററിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കൊക്കെ വലിയ അനുഗ്രഹത്തിന്, ആത്മീക വിശ്വാസവർദ്ധനയ്ക്ക് കാരണമായി തീരുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. സന്നിധിയിലേക്ക് മറ്റുമായി സമർപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക അവിടുത്തെ കൃപയുണ്ടാകണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. വൻകാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യാൻ പോകുന്നുണ്ട്. സ്തോത്രം. സകല മാനവും സകല മഹത്വവും അവിടത്തേക്ക് തരുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ഓർപ്പിച്ചതുപോലെ വളരെ ശ്രേഷ്ഠമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വിറ്റ്നസ് ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്തിട്ടുള്ള ദേവദാസന്മാർ പ്രത്യേകമായി വരുന്ന ഒരു സെഷനാണ്. അതുകൊണ്ട് തന്നെ ഇന്നും നമ്മൾ കർത്താവിൻ്റെ വേലയുമായിട്ടൊക്കെയുള്ള ബന്ധത്തിലുള്ള ഒത്തിരി അനുഭവങ്ങൾ കേൾക്കാൻ പോവുകയാണ്. വളരെ അനുഭവ സമ്പത്തുള്ള പ്രിയപ്പെട്ട സൈമൺ പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മോടൊപ്പം ഇന്ന് പ്രിയ കർത്താവിൻ്റെ ദാസൻ കോഴിക്കോട് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KC സൈമൺ ബർഷേബ കോഴിക്കോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട് പ്രിയപ്പെട്ട പാസ്റ്ററുകളെ ഞങ്ങളോടൊപ്പം ഇങ്ങനെ ജോയിൻ ചെയ്തതിൽ. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വലിയ അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ദീർഘവർഷങ്ങളായിട്ടുള്ള ശുശ്രൂഷാനുഭവം ഉണ്ട് അല്ലേ? എത്ര വർഷമായി പാസ്റ്ററുകള് ശുശ്രൂഷയിലൊക്കെ? ഞാൻ കോഴിക്കോട് 48 വർഷം. ജനിച്ചു വളർന്നൊക്കെ എവിടെയാ? പത്തനാപുരം. ഓ ശരി, പത്തനാപുരത്ത് നിന്ന് അങ്ങ് വടക്കോട്ട് പോവുകയായിരുന്നു. അത് ജോലിയോടുള്ള ബന്ധത്തിൽ പോരുന്നതാ. ശരി, ഓക്കെ. അങ്ങനെ ജോലിക്ക് പോയിട്ട് പിന്നീടാണ് മിനിസ്ട്രിയിലേക്ക് അല്ലേ? അത് ആ ജോലിക്ക് വരുമ്പോൾ തന്നെ ഞാൻ മിനിസ്ട്രിയിലാണ്, സുവിശേഷകനാണ്. ശരി ശരി, ഒത്തിരി സന്തോഷമുണ്ട്. വർഷങ്ങളെ ഈ ദിവസത്തിലെ ഒരു പ്രത്യേകത, നമുക്ക് അടുപ്പിച്ച് സാക്ഷ്യങ്ങൾ വരുന്നത് നല്ലൊരു ഭാഗവും അങ്ങ് വടക്കൻ കേരളത്തിൽ നിന്നാണ്. വയനാട്, കണ്ണൂർ, ഇതുപോലെ കോഴിക്കോട്, ഇങ്ങനെയുള്ള വടക്കോട്ടു നിന്നാണ് നമുക്ക് സാക്ഷ്യങ്ങൾ വരുന്നത് മുഴുവൻ. നമ്മളങ്ങനെ പ്ലാൻ ചെയ്യുന്നതല്ല, ദൈവപരിശുദ്ധാത്മാവ് തന്നെ. ഞാനപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് പറയാറുണ്ട്, വടക്കൻ കേരളത്തെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു എന്നുള്ളത്. വടക്കൻ കേരളത്തിന്റെ ഒരു സന്ദർശന സമയമാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് അതിനായി പ്രാർത്ഥിക്കണം. ആമേൻ, ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞു കേട്ടോ, ഒരു ദൈവം വടക്കൻ കേരളത്തിലെ ആരുടെയൊക്കെയോ പ്രാർത്ഥന കേൾക്കുന്നു, വലിയ ദൈവപ്രവർത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു ലക്ഷണമാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി പത്തനാപുരത്താന്ന് പറഞ്ഞു. പത്തനാപുരത്തെ വാർത്തകൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പാസ്റ്ററുകളുടെ കുടുംബം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി ഒരു സൗകര്യമായിരുന്നു. ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് കൂടാതെ. ഓക്കെ, ദൈവത്തിന് മഹത്വം. ആസാദി TV പാസ്റ്റർ ഈ സാവകാശം ഒരുക്കിയ എല്ലാവർക്കും യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ആദ്യം പാർക്കുന്നിടത്തുനിന്ന് തുടങ്ങാം, അങ്ങനെ പത്തനാപുരത്തോട്ട് പോകാം. 48 വർഷം ആയി ഞാൻ കോഴിക്കോടായിട്ട്. ഞങ്ങൾ കുടുംബമായി കോഴിക്കോട് പാർക്കുന്നു. എൻ്റെ ഭാര്യ ലിസി. എനിക്ക് 3 മക്കളാണ്. മൂത്ത മകളാണ്. ഇളയ 2 ആൺമക്കൾ ട്വിൻസാണ്. അവരൊക്കെ കുടുംബസ്ഥരാണ്. എനിക്ക് 8 കൊച്ചുമക്കളുണ്ട്. അങ്ങനെ കോഴിക്കോട് എൻ്റെ ദൗത്യം തുടർന്നും. മലബാർ സുവിശേഷീകരണമാണ്. അതിന് മലബാർ ഇവാഞ്ചലിക്കൽ ടീം എന്നൊരു ടീമുണ്ട്. ബർഷേബ ചർച്ചുണ്ട്. അപ്പോൾ തന്നെ മലബാർ സുവിശേഷീകരണമാണ് എൻ്റെ ലക്ഷ്യം. അതിന് സപ്പോർട്ടായിട്ടാണ് ദൈവം എനിക്ക് ഒരു സഭയുടെ വാത്സല്യ ദൈവമക്കളെ തന്നിരിക്കുന്നത്. അതിൽ ഇങ്ങനെ തുടരുകയാണ്. ഇനി ഞാൻ പത്തനാപുരത്തേക്ക് വരാം. പത്തനാപുരമാണ് എൻ്റെ ജന്മദേശം. ഞങ്ങൾ 8 മക്കളാണ്. വലിയ കുടുംബമാണ്. 8 അപ്പച്ചനും അമ്മയും 10 പേരുള്ള കുടുംബമാണ്.
അതിൽ അഞ്ചാമത്തെ മകനാണ് ഞാൻ. എല്ലാവരും ദൈവകൃപയാല് ഒരാൾ മരിച്ചുപോയി, ബാക്കി എല്ലാവരും വിശ്വാസത്തിൽ വരാൻ ദൈവം ഇടയാക്കി. കുടുംബ പശ്ചാത്തലം ദൈവഭക്തിയിൽ ഞങ്ങളെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്നു. പത്തനാപുരം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാർ ധാരാളമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ബാല്യത്തിൽ തന്നെ പെന്തക്കോസ്തുകാരെ പരിചയപ്പെടാനും അവരുടെ വളരെ ഇഷ്ടപ്പെടാനും ദൈവദാസന്മാരെ ബഹുമാനിക്കാനും ഒക്കെ ഞങ്ങൾ കുടുംബമായി ബാധ്യസ്ഥരായിരുന്നു. ദൈവദാസന്മാരെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ വളർന്നു വന്നു. അപ്പോൾ അമ്മയുടെ വാമൊഴിയായി കിട്ടിയ ഒരു ചരിത്രമുണ്ട് എനിക്ക്. അതുകൂടെ പറഞ്ഞു തുടങ്ങുന്നതാണ് നല്ലതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ജനിച്ച് ഒരു 6 മാസമായപ്പോൾ എനിക്ക് എന്തോ ഒരു രോഗമുണ്ടായി. അത് മൂർച്ഛിച്ചു. ഡോക്ടറൊക്കെ എന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ മരിച്ചു എന്ന് തീർച്ചപ്പെടുത്തി. എന്നെ അടക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ വീട്ടുകാരും ബന്ധുക്കാരും എല്ലാം ചേർന്ന് ചെയ്യുമ്പോൾ എൻ്റെ വല്യപ്പച്ചൻ, അദ്ദേഹം ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം വന്ന് അടക്കുന്നതിന് മുമ്പ് അദ്ദേഹം വന്നു. അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, നിങ്ങളൊന്ന് ശാന്തമാകുക, ഞാനൊന്ന് പ്രാർത്ഥിച്ചോളട്ടെ. അങ്ങനെ അദ്ദേഹം വളരെ ഹൃദയംഗമായി ദൈവത്തോടൊരു പ്രാർത്ഥന നടത്തി. ദൈവമേ, ഇതൊരു ആൺകുഞ്ഞാണ്, ഇത് മരിച്ച് ഇതിനെ അടക്കിയാൽ ഞങ്ങൾക്കും പ്രയോജനമില്ല, ദൈവത്തിനും ഒരു പ്രയോജനമില്ല. ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ തന്നാൽ ഇവനെ ഞങ്ങൾ സുവിശേഷ വേളയ്ക്ക് വിട്ടോളാം. ആ കണ്ണുനീരും പ്രാർത്ഥനയും എൻ്റെ അമ്മയുടെയും പ്രിയപ്പെട്ടവരുടെ കണ്ണുനീര് ദൈവം മാനിച്ച് എനിക്ക് ജീവൻ മടക്കി തന്നു. അന്ന് മരിച്ച ആ ശരീരത്തിൽ വ്യാപരിച്ച ആ ജീവൻ ഇന്ന് വരെയും ഒരു ജീവന്റെ തുടിപ്പായി എന്നിൽ നിൽക്കുന്നു. അത് എൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അമ്മ എന്നെ ഓർമ്മിപ്പിക്കുമായിരുന്നു, നിന്റെ അപ്പച്ചൻ നിന്നെ സുവിശേഷ വേലയ്ക്ക് നേർന്നതാണ്. അപ്പോൾ അതിൻ്റെ ആഴമേറിയ സത്യങ്ങളൊന്നും അന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം എന്നെ അനുഗമിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ പോകുന്ന വഴികളിലും അപകട മേഖലകളിലും ഒക്കെ എന്നെ വിടുവിച്ച് അങ്ങനെ 1977 ഡിസംബർ 31 എൻ്റെ കസിൻ കുടുംബമൊക്കെ വിശ്വാസത്തിലാണ്. അവിടെ വാക്സിനേറ്റ് പ്രയർ നടക്കുക. ഞാൻ കൂട്ടുകാരൊത്ത് ടൗണിലേക്ക് പോകാനെല്ലാം ഒരുങ്ങി ഇറങ്ങിയതാ. പക്ഷേ ദൈവം എന്നെ ആ മീറ്റിങ്ങിൽ എത്തിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ പാട്ടൊക്കെ കഴിഞ്ഞ് ആരാധനയൊക്കെ കണ്ടിട്ട് പോകാൻ അതിൽ കയറിയിരുന്നു. പക്ഷെ ദൈവം എന്നെ അവിടുന്ന് വിട്ടില്ല. അങ്ങനെ ഭക്തനായ ഒരു ദൈവദാസൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ അന്നാണ് ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു പാപിയാണ്, പാപത്തിന്റെ കഠോരതയും വരാൻ പോകുന്ന ഭവിഷ്യത്തുകളും ഒക്കെ വചനത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ എനിക്ക് ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചത്, മരണത്തിൽ നിന്ന് വിടുവിച്ചത്, 2 പ്രാവശ്യം ബസ് അപകടം അതൊക്കെ എന്നെ ഇങ്ങനെ കാണിച്ച്, അപ്പോൾ ഞാൻ അന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ നരകത്തിൽ പോകുമായിരുന്നല്ലോ എന്ന ഒരു ചിന്ത എന്നെ ഭരിച്ചു. ആ രാത്രിയിൽ ഞാൻ രക്ഷാനിർണയം പ്രാപിച്ചു. അടുത്ത ജനുവരി 1 ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാൻ വിവാഹം കഴിച്ചിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ഭാര്യയ്ക്ക് ബന്ധുക്കാര് പാട്ടും പ്രാർത്ഥനയും ഒക്കെ ഇഷ്ടമാണെങ്കിലും അതിലൊരു ചേരുക എന്ന് പറഞ്ഞാൽ ശകല ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. കാരണം ആഭരണമാണ് ഒരു പ്രധാന വിഷയം. അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ പേര് ലിസി എന്നാണ്. ലിസി ഈ വിവരം അറിയണ്ട എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായി. ലിസിയെ വിഷമിപ്പിക്കണ്ട എന്നുള്ള എൻ്റെ ആഗ്രഹം. ഞാൻ അവിടെ നിന്ന് ഇടമണ്ണ് എൻ്റെ
നേരെ മൂത്ത സിസ്റ്റർ വിശ്വാസത്തിലാണ്. അവിടെ ആ ചർച്ചിൽ പോയി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറഞ്ഞു. എന്റെ വാത്സല്യ പ്രേക്ഷകരെ, ആ വിശ്വാസം ആമയെ പ്രഖ്യാപിക്കുന്ന യേശുവിനെ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു എന്ന് നിറകണ്ണുകളോടെ ഞാൻ ദൈവത്തിൽ ഏറ്റു പറഞ്ഞപ്പോൾ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നു. എൻ്റെ ജീവിതത്തിലെ ഭാരങ്ങളെല്ലാം ഒഴിഞ്ഞ് ഞാനൊരു വെയിറ്റ് ഇല്ലാത്ത മനുഷ്യനായി തീർന്നു. എനിക്ക് അന്തരീക്ഷത്തിലേക്ക് ഞാൻ ഉയർന്നതുപോലെ ഒരു ജീവിതാനുഭവം എനിക്ക് അനുഭവമായി വന്നു. വലിയ വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അന്ന് വരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മീയ സന്തോഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ എന്തിനാത്മാവിലേക്ക് തന്നു. യേശു എന്റെ ഉള്ളത്തിൽ വന്നു എന്ന് എനിക്ക് പിന്നെ ആരും പറയുമെന്ന് വേണ്ട. ദൈവം എന്റെ പാപം ക്ഷമിച്ചു, എന്നെ ദൈവം മകനാക്കിയെന്ന് എന്റെ ജീവിതാനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായി. അന്ന് ആ അനുഭവത്തിൽ ഞാൻ തീരുമാനിച്ചു, അവിടെ നിന്നുകൊണ്ട് തീരുമാനിച്ച ഒരു കാര്യമാണ്, ദൈവമേ, ഇങ്ങനെ ഇത്ര വലിയൊരു സന്തോഷം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുമെങ്കിൽ എൻ്റെ വീട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും ഈ സന്തോഷത്തിലേക്ക് വരണമെന്ന വലിയൊരു ആഗ്രഹം, അതിനുവേണ്ടി ഒരു ആർത്തി, എല്ലാവരെയും ഇത് അറിയിക്കണമെന്നുള്ള ഒരു ആർത്തി ആ കർത്തൃദിവസം തന്നെ ദൈവം എൻ്റെ ഉള്ളിൽ പകർന്നു തന്നു. അത് ആർക്കും എതിർക്കാൻ കഴിയാത്ത ഒരു ദൈവിക നിയോഗമായിട്ട് ഇന്നും അത് ഭാഗ്യകരമായ പദവിയായി ഞാൻ കരുതുന്നു. ഈ എൻ്റെ നേരെ മൂത്ത സിസ്റ്ററാണ് ആദ്യമായി ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസത്തിൽ വരുന്നത്. അവരുടെ കുടുംബജീവിതത്തിൽ വലിയ ലോകത്തിന്, വൈദ്യശാസ്ത്രത്തിന്, പണത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ അനുഭവമായി വന്നതുകൊണ്ടാണ് അവർ വിശ്വാസത്തിൽ വരാനിടയായി തീർന്നത്. എൻ്റെ സിസ്റ്റർ വിശ്വാസത്തിൽ വന്നതിൽ പിന്നെ സഹോദരങ്ങളെല്ലാം വിശ്വാസത്തിൽ വരണം, അപ്പനും അമ്മയും വിശ്വാസത്തിൽ വേണം. ഇത് തന്നെ ആഗ്രഹം. അതിന് കൂടെ എത്ര തിരക്കാണെങ്കിലും കൂടെ വീട്ടിൽ വന്ന് യേശുവിനെ കുറിച്ച് പറയും. അപ്പൊ എല്ലാം കേട്ടിരിക്കുമെന്നല്ലാതെ അതിനകത്തൊരു ചലനമൊന്നും ഉണ്ടായില്ല. പക്ഷെ എൻ്റെ ഇത് പറയുമ്പോൾ നമ്മൾ അങ്ങനെ അംഗീകരിക്കാതെ വരുമ്പോ എൻ്റെ സിസ്റ്ററുടെ കണ്ണ് നിറയുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ദൈവമേ, ഇവരെങ്ങനെങ്കിലും ഇതൊന്ന് അറിയണമെന്നുള്ള വളരെ തീവ്രമായ, എന്ന് പറഞ്ഞാൽ സാധാരണ ഇല്ലാത്ത തീവ്രമായ ഒരാഗ്രഹമായിരുന്നു എൻ്റെ സിസ്റ്റർ. എൻ്റെ സിസ്റ്ററുടെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവം അംഗീകരിച്ചു. എൻ്റെ മൂത്ത ഒരു ജ്യേഷ്ഠൻ മരിച്ചുപോയി, അദ്ദേഹം ഒഴികെ ഞങ്ങളെല്ലാവരും 7 പേരും കുടുംബങ്ങളായി വിശ്വാസത്തിൽ വന്നു. എൻ്റെ അപ്പച്ചനും അമ്മയും വിശ്വാസത്തിൽ വന്നു. അങ്ങനെ ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നാൽ ഉണ്ടാകുന്ന വലിയ മാറ്റം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായി. ഈ രക്ഷിക്കപ്പെട്ട വിവരമൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ ഇടമണ്ണില് അമ്മാമ്മയോടും പറഞ്ഞു, ഇതാരും ഇപ്പൊ അറിയണ്ട. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ സാധാരണ വീട്ടിലുണ്ടെങ്കിൽ കൂട്ടുകാർ വരുന്നു, അവരുടെ കൂടെ പോകുന്നു. ഇപ്പൊ കൂട്ടുകാരുടെ കൂടെ പോകണമെന്നില്ല. വീട്ടിൽ വേദപുസ്തകം വായന, പ്രാർത്ഥന, സാധാരണ അത്താഴമുള്ള പ്രാർത്ഥന മാറി പ്രാർത്ഥനയുടെ ശൈലികൾ മാറുന്നു. എൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു. എൻ്റെ ഭാര്യ ലിസിയാണ് ആദ്യം ഇത് തിരിച്ചറിയുന്നത്. എന്നോട് ചോദിച്ചത് ഞാനിപ്പോ അങ്ങ് പറയാം. എനിക്ക് അച്ചായൻ വലിയ വ്യത്യാസം കാണുന്നു, വല്ല കള്ളപ്പന്തുകോസുകാരൻ വല്ലതും ആണോ, ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കള്ളമൊന്നുമല്ല, സത്യ. നിന്നെ വിഷമിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. കാരണം അയ്യോ അച്ഛൻ പോയല്ലോ, അയ്യോ ഇനി ഇത് എനിക്ക് പോയോക്കോ, ഇങ്ങനൊന്നും നിനക്ക് വെപ്രാളമൊന്നും വരണ്ട, ധൈര്യമായിട്ടിരുന്നു. ഇത് ഭർത്താവ് മുമ്പ് ഭാര്യ പുറകെ വരുന്ന വഴിയല്ല. നിനക്ക് എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഇത് സത്യമാണ്, ഇത് എനിക്ക് വേണമെന്ന് നിനക്ക് ആഗ്രഹം വരുന്ന കാലത്ത് നീ വന്നാ മതി. അതുവരെ നിന്നെ ഞാൻ നിർബന്ധിക്കത്തില്ല. ഞാൻ പക്ഷേ രക്ഷിക്കപ്പെട്ട് ഞാനൊരു ദൈവത്തിലായി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് ആ സന്തോഷത്തിൽ ഇങ്ങനെ നടക്കും. മുൻപോട്ട് പോകുമ്പോ ദൈവം ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്.
ദൈവം സാഹചര്യങ്ങളെ അറിയുന്ന ദൈവമാണ്. എതിർപ്പുള്ള സാഹചര്യങ്ങളെ എങ്ങനെ ഒരു ദൈവത്തിൽ അതിജീവിക്കാൻ കഴിയുമെന്ന് അറിയാവുന്ന ദൈവം എന്റെ ലിസിക്ക് ഒരു ദർശനം കൊടുക്കുകയാണ്. ഞങ്ങൾ രണ്ടും കൂടെ ഒരിടത്ത് ഇങ്ങനെ സന്തോഷമായി കാര്യം പറഞ്ഞു നിൽക്കുകയാണ്. പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ അങ്ങ് വളരെ വിദൂരതയിൽ എന്നെ കാണാം, പക്ഷെ ഞാനാണെന്ന് അറിയുകയും ചെയ്യാം. പക്ഷേ സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ തമ്മിൽ വലിയൊരു അകലം. ലിസി പറഞ്ഞത് എന്റെ അടുക്കൽ വരാൻ ഓടുകയാണ്. ഓടി ഓടി ക്ഷീണിച്ച് തളർന്നു നോക്കിയിട്ടും ഒരടി ഈ ഓടുന്നതല്ലാതെ എന്റെ അടുക്കലോട്ട് അടുക്കാൻ കഴിയില്ല. പുള്ളിക്കാരി ഭയന്നു പോയി, മരിച്ചു പോവുകയാണോ, എനിക്ക് അങ്ങോട്ട് അടുക്കാൻ കഴിയാത്ത ഈ അകൽച്ച എന്താണെന്ന് ആകപ്പാടെ വിഷമിച്ച് എന്നോട് പറഞ്ഞു, അയ്യോ ഇങ്ങനൊരു സ്വപ്നം ഞാൻ കണ്ടു, ഞാൻ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആത്മമണ്ഡലത്തിൽ ഇപ്പൊ നമ്മൾ ഒന്നിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ ആത്മമണ്ഡലത്തിൽ ഞാനങ്ങ് നിനക്ക് എന്റെ അടുക്കൽ ഇന്നത്തെ കണ്ടീഷനിൽ വരാൻ കഴിയില്ല, നേത്രോടിയാലും കഴിയില്ല. നിരീക്ഷിക്കപ്പെട്ട് ദൈവവേദനയായി തീർന്നാൽ നമ്മൾ ഒന്നിച്ചാകുമെന്ന ദൈവം നിനക്ക് ദർശനം തന്നു. ഞാൻ സുവിശേഷം പറഞ്ഞാണെന്നും ശരിയാകത്തില്ലെന്ന് തമ്പുരാൻ അറിയാവുന്നതുകൊണ്ട് നിനക്കൊരു ദർശനം തന്നതാണെന്ന് അത് ലിസിയെ അങ്ങേയറ്റം സ്വാധീനിച്ചു. എന്റെ വാത്സല്യ കേൾവിക്കാരെ, ബഹുമാനപ്പെട്ട ദൈവദാസൻ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും കൂടെ അങ്ങനെ സ്നാനപ്പെടാൻ ഇടയായി തീർന്നു. അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്. എന്നാലും എന്തോ ഒരു കുറവ്, എവിടാന്നറിയത്തില്ല. പൈസ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി പോകുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായുള്ളൂ. എല്ലാം ഓക്കെ ആയി പോകുന്ന ആ സമയത്താണ് ദൈവം എന്നെ വിളിച്ച് വേർതിരിക്കുന്നത്. പക്ഷേ എന്റെ ജോലി ഒരു വിശ്വാസത്തിൽ പോകുന്ന ഒരാൾക്ക് അങ്ങനെ ആ ജോലിയിൽ തുടരാൻ പ്രയാസമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ദൈവം എന്നെ കോഴിക്കോട്ടേക്ക് അയക്കുന്നത്. ഞാനങ്ങനെ കോഴിക്കോട് വന്ന് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ്, വലിയൊരു കമ്പനിയാണ്. ഇന്ത്യയിൽ നിന്ന് സീ ഫുഡ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ പ്രസിഡന്റിൽ നിന്ന് അവാർഡ് കിട്ടിയ വലിയ കമ്പനിയാണ്. അവിടെ ദൈവം എനിക്ക് ജോലി നൽകി. അതിന്റെ ഓണേഴ്സ് ഒരു ദൈവവിധൽ എന്ന നിലയിൽ എന്നെ വളരെ സ്വാതന്ത്ര്യം തന്നു, വളരെ മാനിച്ചു. എനിക്ക് എക്സ്പോർട്ടിങ് സംബന്ധമായി എനിക്കൊന്നും അറിയില്ല. പക്ഷേ ദൈവത്തോട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ഒരു ദൈവവിധൽ എന്ന നിലയിൽ എന്നെ ഇരുത്തിയ ഈ കസേരയിൽ എനിക്ക് എന്തെല്ലാം കഴിവുകൾ വേണോ, എന്തെല്ലാം അറിവുകൾ വേണോ, അതെല്ലാം തമ്പുരാൻ എനിക്ക് തന്ന് എന്നെ ഇവിടെ മാനിക്കണം ഈ സ്ഥാപനത്തിൽ. പ്രിയരെ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ, ആടിനെ മേയിച്ചു കൊണ്ടിരുന്ന ദാവീദിനെ രാജകൊട്ടാരത്തിൽ രാജസിംഹാസനത്തിൽ ഇരുത്തി ആവശ്യമായ എല്ലാ കഴിവുകളും കൊടുത്ത ദൈവം, ആ ദൈവമാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് എന്നെ ഇവര് ഇരുത്തിയ ഈ കസേരയിൽ എനിക്ക് എന്തെല്ലാം കഴിവുകൾ വേണോ അതൊക്കെ തരണമെന്ന് ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് അവരിൽ കൂടി വലിയ ഫ്രീഡം തന്നു. വേദപുസ്തകം ആദ്യോടന്തം വന്ന ആദ്യ മാസങ്ങളിൽ തന്നെ വേദപുസ്തകം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ വായിക്കാനും ആരാധനയ്ക്ക് പോകാനും സഹപ്രവർത്തകരോടൊക്കെ സുവിശേഷം പറയാനും അവരെ കൂടെ കഴിയുമെങ്കിൽ ആരാധനയ്ക്ക് വിളിച്ചുകൊണ്ട് ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് വന്ന പിന്നെ ഒരു ആർത്തിയ അടുത്ത ഞായറാഴ്ച എന്നോ തിങ്കൾ ചൊവ്വ, അയ്യോ ഇനി 3 ദിവസം കിടക്കുന്നത്, അങ്ങനെ ആർത്തിയായിരുന്നു ആരാധനയ്ക്ക് പോകാൻ. എന്നെ എത്രയും വേഗം ദൈവൻ തന്റെ ആത്മാവിനാൽ എന്നെ നിറച്ചു, അന്യഭാഷ അടയാളമായി തന്നു. അപ്പൊ എനിക്ക് ഇരട്ടി സന്തോഷവും ഇരട്ടി ആത്മശക്തിയും ഒക്കെ തന്ന് എനിക്ക് പിന്നെ വെപ്രാളമായി. ഇവരെല്ലാം എത്രയും ജോലിക്കാരെല്ലാം കൂടെ നരകത്തിലേക്ക് പോയി, ഇവരോട് എങ്ങനെ സുവിശേഷം അറിയിക്കും? അങ്ങനെ ഞാൻ ഉടമസ്ഥനോട് പറഞ്ഞു,
എനിക്ക് ഒരു പ്രാർത്ഥന നടത്താനോ ഒരു മീറ്റിംഗ് ഒക്കെ നടത്താനോ ഒരു അവസരം തരുമോ എന്ന് ചോദിച്ചു. ഓ ദൈവികാര്യല്ലേ, നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. സാക്ഷ്യം പറഞ്ഞ് തുടങ്ങിയേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു തൻ്റെ അങ്ങോട്ട് പ്രസംഗിക്കാം, ആരെയും വിളിക്കാൻ എനിക്ക് അങ്ങനെ ആരെയും അത്ര പരിചയം ഒന്നും കാര്യത്തില്ല. അങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. നിന്നും ഞാൻ ഓർക്കുന്നു എന്താണ് പ്രസംഗിച്ചതെന്ന്. അകർത്തി മറച്ചു വരിക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഇത്രയും വായിച്ചത് എനിക്കറിയാം. പിന്നെ ഞാനല്ല സംസാരിച്ചത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ഓഡിയൻസിനോട് ഏകദേശം ഒരു 100 പേർക്കടുത്ത് മുതലാളിമാരുണ്ട്, മാനേജർമാരുണ്ട്, സൂപ്പർവൈസർമാരുണ്ട്. ഒരു അരമണിക്കൂർ ദൈവം സംസാരിച്ചു. തൻ്റെ അടുത്തോട് ഇന്ന് ഞാൻ പറയുന്നു, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. ഞാൻ അങ്ങനെ രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് വന്ന് സാക്ഷ്യം തന്നെ പറഞ്ഞ് ഒരു വാക്യം വായിച്ചിട്ടുള്ള പ്രസംഗിച്ചിട്ടില്ല. പക്ഷേ വിശ്വസം ആ മീറ്റിംഗ് വലിയ ഒരു പ്രതികരണം അവിടെ ഉണ്ടാക്കി. കാരണം എല്ലാവരും പറയാൻ തുടങ്ങി, സൈമൻ എന്തെങ്കിലും പറഞ്ഞാൽ ചെവി വെച്ച് കേൾക്കണം. ചെവി ഇങ്ങനെ അത്ര പതുക്കെയാ പറയുന്നത്. പിന്നെ ഈ ശബ്ദമൊക്കെ എവിടുന്ന് വന്നു? അവർക്കൊക്കെ ഒരു സന്തോഷമൊക്കെ ആയി. പിന്നെ എല്ലാ വർഷവും ഒരു മീറ്റിംഗ്, വലിയ മീറ്റിംഗ് കമ്പനി നടത്തും. അതിന് ഞാന് പാസ്റ്റർമാരെയോ അച്ഛന്മാരെയോ ഒന്നും വിളിക്കില്ല. ദൈവമക്കളായി ഉന്നതമായ നിലവാരം, സബ് കളക്ടർ, സയന്റിസ്റ്റ്, IPSകാര്, ഇങ്ങനെയുള്ളവരെ എവിടെ ഉണ്ടെന്ന് തപ്പിപ്പിടിച്ച് അവരെ കൊണ്ടുവന്ന പ്രസംഗിപ്പിക്കുന്നത്. കാര്യം ഈ മാർഗം എങ്ങാണ്ട് പാവപ്പെട്ടവരുടെ മാർഗമാണ്, ഒന്നും അറിയാൻ വയ്യാത്തവരെ എല്ലാം പറഞ്ഞ് തെറ്റിച്ച് ഇതൊക്കെ കൊണ്ടുപോകുന്ന ഈ പറയുന്ന കൂട്ടത്തിൽ നടക്കാന്നല്ല ഞാന്. അപ്പൊ അത് എല്ലാ വർഷവും അങ്ങനെ നടത്താനുള്ള അവസരം ദൈവം നൽകി. ഞാൻ വിശ്വാസത്തിൽ വന്ന ആ സമയത്തുള്ള പാസ്റ്റർമാരെ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഒരു ദിവസങ്ങളിൽ ഇതിരുന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന സംശയങ്ങൾ ഇതെന്താണെന്ന് അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള വിഷയമായിരിക്കും ഞായറാഴ്ച ദൈവദാസൻ പ്രസംഗിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും കോഴിക്കോട്ടുണ്ട്, നല്ല സൗഖ്യമില്ലാതെ 82 വയസ്സുണ്ട്. അദ്ദേഹത്തെ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കാണാൻ പോയി. അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വിശ്വാസത്തിൽ ഇവിടെ വന്ന് പാസ്റ്റർ പ്രസംഗിച്ച ഓരോ പ്രസംഗവും എൻ്റെ ബൈബിൾ ക്ലാസ്സുകളായിരുന്നു. ഇന്നും എനിക്ക് അത് ഒരു പ്രചോദനമാണ്. ദൈവവചനം സംസാരിക്കാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ അന്ന് കേട്ട ദൈവശബ്ദം, അന്ന് കേട്ട വചനം, അന്ന് എൻ്റെ ഉള്ളിൽ ദൈവമാക്കി തന്ന വചനം ഇന്നും എനിക്ക് എൻ്റെ കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. അങ്ങനെ ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമ്പനി ഒരു എസ്റ്റേറ്റ് വാങ്ങിച്ചു. എനിക്കൊരു പ്രൊമോഷൻ എന്ന നിലയിൽ കമ്പനി എന്നെ ആ എസ്റ്റേറ്റ് മാനേജറായിട്ട് അയച്ചു. അവിടെ ചെന്നപ്പം ആ പഞ്ചായത്തിൽ ക്രിസ്ത്യാനികളില്ല, ആ പഞ്ചായത്തിൽ ദൈവമക്കളില്ല, ആ പഞ്ചായത്തിൽ ആരാധനയില്ല. മധ്യതിരുവിതാംകൂറിന് പത്തനാപുരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് റോഡിൽ തിരിഞ്ഞാലും സഭയുള്ളിടത്തൊന്നും വന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോയി രജിസ്റ്റർ എടുത്തു. ആ രജിസ്റ്ററിനകത്ത് ഒറ്റ ക്രിസ്ത്യൻ ഫാമിലി ഇല്ലെന്ന് പഞ്ചായത്ത് ഓഫീസർ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വെല്ലുവിളിയായി. ദൈവം എന്തിനാ എന്നെ ഇവിടെ അയച്ചത്? വിശ്വതം ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തിരുന്നു, ഒരാരാധനയും മുടക്കത്തില്ല, മുടക്കാൻ ഇടയാകരുത്. അപ്പൊ എനിക്കൊന്ന് ആരാധനയ്ക്ക് പോകണമെങ്കിൽ 75 കിലോമീറ്റർ യാത്ര ചെയ്ത കോഴിക്കോട് വരണം. അതിന് ജീപ്പേ കയറി കുറ്റിയാടി പുഴയുടെ സൈഡ് വരണം, അവിടുന്ന് തോണി കയറണം, തോണി കയറിയിട്ട് പിന്നെ ബസ് കയറി മെയിൻ റോഡിൽ വരണം, അവിടുന്ന് ഒരു ബസ് കയറി എനിക്ക് കോഴിക്കോട് 6 മണിക്ക് ഞാൻ അവിടെ തിരിച്ചാൽ ആരാധന സമയത്ത് കോഴിക്കോട് എത്തു. ഞാൻ കോഴിക്കോട് ആരാധന കഴിഞ്ഞ് മടങ്ങിയാൽ ഒരു 6 മണി 6:30 സന്ധ്യ ആകുമ്പം എസ്റ്റേറ്റ് ഞാൻ മടങ്ങിയെത്തുമ്പോൾ ഒരൊറ്റ ആരാധന മുടക്കാതെ സ്തോത്രം ദൈവം എന്നെ നടത്തിയ നാളുകൾ ഓർത്ത് ഞാൻ ഇന്നും ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരുപാട് ഇങ്ങനെ ഇപ്പോഴങ്ങ് പറഞ്ഞു നിർത്തുന്നെങ്കിലും
ഒരുപാട് ജീവിതാനുഭവങ്ങൾ. കമ്പനിയിലായിരിക്കുമ്പോഴും എസ്റ്റേറ്റിൽ വന്ന് ജോലിക്കായപ്പോഴും ഓരോ കാര്യങ്ങൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. ദൈവം പറയുന്നത് ഞാൻ അനുസരിക്കുമ്പോൾ അത് ദൈവികമായിരുന്നു. അതങ്ങനെ ഒരു അത്യാവശ്യ സമയത്താണ് എൻ്റെ ഒരു ദൈവം പറഞ്ഞത് ഞാൻ അനുസരിച്ചത്. അത് ജീവിതാനുഭവത്തിൽ കൂടി എന്നെ ഇങ്ങനെ ദൈവം പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഓരോ കാര്യങ്ങൾ ഓരോ ആഴ്ച കഴിയുന്നതോറും ആത്മീകമായ വർധനവ് തരിക, വേദപുസ്തകം വായിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ദൈവം ചൊല്ലിത്തരിക, പിന്നെ ജോലിക്കാരോടൊക്കെ യേശുവിനെ കുറിച്ച് പറയുക, പിന്നെ ഓഫീസിലുള്ളവരോട് പറയുക. പുറത്തെങ്ങും ആര് ക്രിസ്ത്യാനികളുമില്ല, അവിടെ എല്ലാം ഒന്ന് സുവിശേഷീകരിക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. ഓരോ പ്രാവശ്യവും ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ഉറപ്പിനും ധൈര്യത്തിനുമായി ദൈവം ഓരോ അത്ഭുതം, ചെറുതോ ആഹാര കാര്യങ്ങളിൽ, പിന്നെ ജോലിയുടെ ബന്ധത്തിൽ, ഓരോ കാര്യങ്ങളിലും ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന, ദൈവത്തോട് കാര്യങ്ങൾ ചോദിക്കുന്ന, ദൈവം പറയുന്നത് അനുസരിക്കാനുള്ള ബാധ്യത, ഇങ്ങനെ ദൈവം എന്നെ പടിപടിയായി ഉയർത്തിക്കൊണ്ട്, ഞങ്ങൾക്ക് അവിടെ ക്വാർട്ടേഴ്സ് സൗകര്യം ഉള്ളതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുമായി അവിടെ ട്വിൻസ് കുഞ്ഞുങ്ങൾക്ക് അന്ന് വളരെ ഒരു വയസ്സ്, അവർക്ക് ഒരു വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് പത്തനാപുരത്തു നിന്ന് ഞങ്ങൾ വരുന്നത്. ട്വിൻസ് മോള്, അവരെയൊക്കെ ഞങ്ങൾക്ക് വളർത്താൻ പറ്റിയ ഒരു സാഹചര്യം എസ്റ്റേറ്റിൽ ഉള്ളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനുവേണ്ടി എനിക്ക് വേണ്ടി ആണ് ദൈവം ആ പോസ്റ്റ് അവിടെ ഉണ്ടാക്കിയത്. അവരെ കുഞ്ഞുങ്ങളെ നോക്കാന്, അതുപോലെ തന്നെ പാലിന്റെ സൗകര്യങ്ങള് എല്ലാം നന്നായിരിക്കുന്നു. കുഞ്ഞുങ്ങൾ വന്നപ്പം എൻ്റെ പ്രിയരെ, എനിക്കൊരാഗ്രഹം, ഞാനൊരു ദൈവദാസനല്ലേ, ദൈവോഹിതല്ലേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ പാല് ജോലിക്കാര് ടാപ്പിങ്ങാര് അവരുടെ വീട്ടിൽ പോയി നമ്മൾ ഒരു പാല് വാങ്ങിച്ചാൽ എത്ര വാങ്ങിക്കാനാ? അത് തന്നെയല്ല, എനിക്കൊരു പശുവിനെയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കുമല്ലോ. ഒന്നും അറിയണ്ട, എസ്റ്റേറ്റ് വിട്ടാൽ മതി. അപ്പൊ എൻ്റെ ഞാനൊരു സൂപ്പർവൈസറെ, വിശ്വാസി, ചെറിയ റിലേഷൻ ഉള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കൊരു ചെറിയ പശുവിനെ ആവശ്യമുണ്ട്, അതുകൊണ്ട് വാങ്ങിക്കും. അപ്പൊ ജോലിക്കാരൊക്കെ 5000, 7000 ഒക്കെ കൊടുത്ത്, അന്നത്തെ കാലത്താ വലിയ പശുവിനെ ഒക്കെ വാങ്ങിച്ച് പാല് വിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ നമ്മുടെ ശമ്പളം കിട്ടും, നമ്മൾ ദശാംശം കൊടുക്കും, ബാക്കി നമ്മുടെ ചെലവ്, പിന്നെ ഒരു ചെറിയ ബാലൻസ് വരും. പക്ഷെ ഒരു വലിയ തുകയൊന്നും കൊടുത്ത് നമുക്ക് പശുവിനെ വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എന്നോട് ഒരു സൂപ്പർവൈസർ പറഞ്ഞു, എന്റെ ബിന്ദുവിന്റെ വീട്ടിലൊരു പശുവുണ്ട്, അതല്ല വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പറയട്ടെ, ഞാൻ അവിടെ പശുവിനെ ചെന്ന് കണ്ടപ്പോ പറഞ്ഞു, ഇത് ചുമ്മാ തന്നാലും എനിക്ക് വേണ്ട. കാരണം അത് എല്ലും തോലുമായിട്ട് ഒരു പശു തന്നെ മാറ്റിക്കൊണ്ട് ഞാൻ എസ്റ്റേറ്റിലോട്ട് പോയാൽ ജോലിക്കാരെല്ലാം ചിരിക്കും, അതുകൊണ്ട് വേണ്ടാതെ. അപ്പൊ ഈ സൂപ്പർവൈസറിനെ ധൈര്യപ്പെടുത്തി, ഇത് നല്ലന പശുവാ, എന്തോ വില ചോദിച്ചു. അവര് 1000 രൂപ ചോദിച്ചു. എന്നോട് പറഞ്ഞു 3 കുപ്പി പാല് കിട്ടും. ഓ, എന്നപ്പോ ഞാൻ കൊണ്ടുപോയതിനോട് പറഞ്ഞു, എനിക്കാണെന്ന് നീ പറയരുത് ആരോടും. എന്റെ പൊന്നു മാസ്റ്ററെ, 2, 3, 4 മാസം കൊണ്ട് എസ്റ്റേറ്റിൽ അത് തീറ്റയൊക്കെ തിന്നപ്പം അവര് 3 കുപ്പി പാലെന്ന് പറയുന്ന 5 കുപ്പി പാൽ എനിക്ക് കിട്ടാൻ തുടങ്ങി. അതൊരു ഒന്നോന്തരം ജേഴ്സി പശുവായിരുന്നു. ഞങ്ങൾ എസ്റ്റേറ്റിൽ നിന്ന് പോകുന്നത് വരെ അവിടെ 5000, 7000 രൂപയുടെ പശുവിന് കിട്ടുന്നതിനെക്കാട്ടി ഡബിൾ പാല് എന്റെ പശുവിനിൽ നിന്ന് എനിക്ക് കിട്ടി. എന്താ വില? 1000 രൂപയ്ക്ക് 100 രൂപ കുറച്ച്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ എമൗണ്ടിന്റെ വലുപ്പമല്ല, ദൈവം നമുക്ക് ദൈവിക വഴിയിൽ നിന്നാൽ അനുഗ്രഹങ്ങൾ നൽകിക്കൊള്ളുമെന്ന്. അങ്ങനെ ചെറിയ കാര്യങ്ങൾ കൂടെ എന്നെ വളർത്തി കൊണ്ടുവന്നു. അങ്ങനെ ഹെലികോപ്റ്റർ വരാൻ തുരിശടിക്കാനുള്ള സമയമായി. പെട്ടെന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എല്ലാത്തിനൊന്നും സമയമില്ല. എന്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹം, ഞാൻ ജോലി ചെയ്യുന്ന ഈ 350 ഏക്കർ, ഈ 2 മലയായിട്ടുള്ള മുകളിൽ നിന്ന് ഇതെല്ലാം കൂടെ ഒന്ന് കാണാൻ വേറെ സൗകര്യമില്ല. അപ്പൊ ഞാൻ ക്ലർക്കിനോട് പറഞ്ഞു, ഞാൻ പോയി ഹെലികോപ്റ്റർ കൊണ്ടുവരാം. അങ്ങനെ
അതിന്റെ സമയമായി. ഞാൻ എന്നെ ജീപ്പയില് കുറ്റിയാടി എസ്റ്റേറ്റിൽ അവിടെ തുരിശടിച്ച് അവിടെ നിൽക്കുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് എന്നെ അവിടെ കൊണ്ടുവിട്ടു. ശനിയാഴ്ച രാവിലെ ഹെലികോപ്റ്ററിൽ എസ്റ്റേറ്റിലോട്ട് പോരാ. അപ്പൊ വെള്ളിയാഴ്ച വൈകിട്ട് ജോലിക്കാർ പറയാണ്, ശനിയാഴ്ച പോകാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ശാരീരികമായി ക്ഷീണമാണ്, ഇവിടെ നിങ്ങൾ താമസിക്കുക, നമുക്ക് ഞായറാഴ്ച രാവിലെ പോവാം. ഇടി വെട്ടിയ പോലെ ഞാൻ ആ ശബ്ദം കേട്ടെ. കാരണം എനിക്കറിയാം ഞായറാഴ്ച പിന്നെ ആരാധിക്കാർക്കത്തില്ല, ഹെലികോപ്റ്റർ കയറ്റി നടക്കത്തില്ലെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ അവിടെ വന്ന് റെസ്റ്റ് എടുക്കാം, അവിടെ ബംഗ്ലാവ് കൊണ്ട് റെസ്റ്റ് എടുക്കാം. പുള്ളി പറഞ്ഞു, എനിക്ക് തീരെ വയ്യ, നടുവേദനയാണ്, വരാൻ പറ്റത്തില്ല, നിങ്ങൾ ഇവിടെ വിശ്വസിക്കാം. എന്റെ പൊന്നു ഭാഷ, എന്റെ പ്രിയരെ, എന്റെ ഉള്ളിൽ ഒരു യുദ്ധം. ആരാധനയ്ക്ക് പോണോ ഹെലികോപ്റ്ററിൽ കയറണോ? ഞാൻ എടുക്കാൻ തീരുമാനിച്ചു, ഹെലികോപ്റ്ററൊക്കെ പോട്ടെ, ഞാൻ ആരാധനയ്ക്ക് പോവാന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഈ പോരുന്നു. എന്നിട്ട് ഇതിനു മുമ്പൊക്കെ ആ ഹെലികോപ്റ്റർ കൊണ്ടുവരുന്ന നാരായണനെ ഞാൻ പറഞ്ഞു വിട്ടു. നാരായണൻ ഞായറാഴ്ച വരാം. അങ്ങനെ ഞായറാഴ്ച ഞാൻ സങ്കടത്തോടെ പോവാ. എനിക്ക് സങ്കടമുണ്ട്, കാരണം കർത്താവേ ഇനി കയറാൻ വെക്കുവോ, ഇത് പോയല്ലോ. അപ്പൊ ദൈവനോട് പറയാണ്, നിന്നെ ഞാൻ വലിയ ഫ്ലൈറ്റ് കയറാം. എനിക്കതൊന്നും അത് പിന്നല്ലേ, ഇപ്പൊ ഫ്ലൈറ്റ് പോയല്ലോ. അങ്ങനെ ഞാൻ ആരാധനയ്ക്ക് പോയി, കോഴിക്കോട് വരെ ആരാധനയ്ക്ക് വന്നു. ഞാൻ കോഴിക്കോട് നിന്ന് തിരിച്ച് തോണി കയറി അപ്പുറത്തിറങ്ങി നടന്നു വരുമ്പം എസ്റ്റേറ്റിലെ ജോലിക്കാരുടെ മക്കൾ ഇങ്ങോട്ട് എനിക്കെതിരെ വന്ന്. ഞാൻ ചോദിച്ചു, ഹെലികോപ്റ്റർ വന്നോ? അവര് പറഞ്ഞു, വന്നില്ല. ഞാൻ പറഞ്ഞു, വരണ്ടയാണല്ലോ. അവര് വന്നില്ല. ഞാൻ അങ്ങനെ നടന്ന് ക്ഷീണിച്ച് ബംഗ്ലാവിന്റെ അവിടെ വന്ന് ഒരു കസേര എടുത്ത് മിറ്റത്തിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോ ഒരു സന്ധ്യായാമത്തിൽ ഈ നാരായണൻ എന്ന് പറഞ്ഞ അദ്ദേഹം നടന്നു വരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എന്റെ പൊന്നു സാറേ, ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ആകുന്നില്ല, അവരാവുന്ന പണി നോക്കിയിട്ട് സ്റ്റാർട്ട് ആകുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു അവിടെ താമസിക്കാം. ഞാൻ വിചാരിച്ചു ഇനി അവിടെ ഞാൻ പോരുന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജീപ്പ് വിളിച്ചു പോട്ടെന്ന് പറഞ്ഞു. എസ്റ്റേറ്റ് ജീപ്പ് വിളിച്ചു, ഞാൻ കേറി. രാത്രി തന്നെ അവിടെ ചെന്നു. തിങ്കളാഴ്ച രാവിലെ അവരെല്ലാം ഒന്ന് തൂത്ത് തുടച്ചു വെച്ച് അവര് ഒറ്റ ബട്ടൺ അടിക്കുകയും ഹെലികോപ്റ്റർ സ്റ്റാർട്ടായി. ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമുണ്ട്, പക്ഷെ ഞാൻ സഹിച്ച സങ്കടവും എന്റെ തമ്പുരാൻ അത് കണ്ടു. അവര് ഹെലികോപ്റ്റർ ആവുന്നത് നോക്കിയിട്ട് സ്റ്റാർട്ടാക്കാതെ വിട്ടിട്ട് എന്നെ അതേ കയറ്റി ഞങ്ങളുടെ എസ്റ്റേറ്റിൽ കൊണ്ടുവന്നു. അത് മാത്രമല്ല പ്രിയരെ, പാസ്റ്ററേ, നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങള്, കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ പോലും നമ്മുടെ പിതാവല്ലേ എത്ര കരുതുന്നുണ്ട്. നമ്മള് പലപ്പോഴും ആളുകൾ ചോദിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ദൈവത്തോട് ചോദിക്കണോ, ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ? പക്ഷെ നമ്മുടെ അപ്പനാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ ആ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ, അല്ലയോ? അതെ, തീർച്ചയായിട്ടും എന്റെ വിശ്വാസം എത്രയോ വർദ്ധിച്ചു. കാരണം എനിക്കറിയാം, കാരണം അവര് വേറെ ഒന്നും ചെയ്തില്ല, അവിടെ വേറെ ഫാക്ടറി വർക്ക്ഷോപ്പില്ല, ഒന്നുമില്ല. പക്ഷെ അവര് ശനിയാഴ്ച മൊത്തം ഞായറാഴ്ച നോക്കിയിട്ടും സ്തോത്രം, തിങ്കളാഴ്ച രാവിലെ അത് എന്ന് പറഞ്ഞാൽ ലോകം എന്തെല്ലാം പറഞ്ഞാലും എനിക്കറിയാം എന്റെ ദൈവം എന്റെ സങ്കടം കണ്ടു. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയല്ല, എന്നോട് അന്ന് ഇങ്ങനെ സങ്കടപ്പെട്ടു പോകുമ്പോൾ പറഞ്ഞു, നിന്നെ ഫ്ലൈറ്റേ കയറ്റാം, വലിയ ഫ്ലൈറ്റേ കയറ്റാം. ഞാൻ നെഞ്ചത്ത് കൈവിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലൈറ്റിൽ അനവധി പ്രാവശ്യം കയറി. ഏറ്റവും ചെറിയ ഫ്ലൈറ്റിൽ 6 പേരിക്കുന്ന ഫ്ലൈറ്റിൽ താഴേന്ന് പ്ലെയിനെ കയറുന്ന ഫ്ലൈറ്റ് തൊട്ട് അന്നത്തെ ജംബോ ജെറ്റ് വരെ എന്നെ അത് മാത്രമല്ല, ഹെലികോപ്റ്ററിൽ എന്റെ മക്കള്, കുഞ്ഞുങ്ങള്, ലിസി എല്ലാം കയറി. എന്റെ കൊച്ചുമക്കൾ 8 പേരും ഫ്ലൈറ്റിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്കൊരു സത്യം ലോകത്തോട് വിളിച്ചു പറയാനുണ്ട്. ദൈവത്തിലെടുത്ത തീരുമാനം മാറ്റാതെ നിന്നാൽ, അതിനുവേണ്ടി സങ്കടം സഹിച്ചാൽ, മറന്നു കളയാത്ത ഒരു മഹാദൈവമാണ് സ്നേഹനിധിയായ പിതാവ്. ഞാനിനി അതില് അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കടന്നാൽ പിന്നെ സമയം ഒരുപാട് പോകും. അവിടെ നിന്ന് ആ കമ്പനി തന്നെ വലിയൊരു ഹോസ്പിറ്റൽ തുടങ്ങി. ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഒരു പഠനം, ഒരു മനുഷ്യനെ കുറിച്ച്, പണത്തെ കുറിച്ച്, മനുഷ്യന്റെ ബലഹീനതകളെ കുറിച്ച്, ആയുസിന്റെ നൈമിഷികതകളെ കുറിച്ച്
ഒക്കെ ഈ ഹോസ്പിറ്റലിൽ വെച്ച് ദൈവം എന്നെ പഠിപ്പിക്കാനിടയായി തീർന്നു. അതിനുവേണ്ടിയാണ് എന്നെ ദൈവം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ഞാൻ ഹോസ്പിറ്റലിന് മുമ്പ് നിൽക്കുമ്പോ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി. അവര് കാഷ്വാലിറ്റിയിൽ അവിടെ പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ അങ്ങനെ വരാന്തയിൽ കൂടെ ഒക്കെ തിരിഞ്ഞ് കാഷ്വാലിറ്റി കൂടെ വന്നപ്പം ഞാൻ കണ്ട ആ സഹോദരി നെഞ്ചത്തടിച്ച് കരയുന്നു. അദ്ദേഹം മരിച്ചു പോയിട്ട് നേഴ്സന്മാര് മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാലുമൊക്കെ പിടിച്ചു കെട്ടി എല്ലാം കൈയൊക്കെ കെട്ടുന്നു. ഓ, എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അയ്യോ, എന്റെ കണ്ണിന് മുമ്പിൽ ഇറങ്ങി ഒരു കുഴപ്പമില്ലാതെ കയറിപ്പോയാള് ഒരു 10-25 അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനകം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട അങ്ങനെ മനുഷ്യന്റെ നൈമിഷികമായ എത്രയോ വലിയ ഹോസ്പിറ്റലായോണ്ട് മരണങ്ങളൊക്കെ എത്രയോ നിലവിളികള് ഇതൊക്കെ കേട്ട് ദൈവത്തിന് കഴിയും. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടല്ലോ എന്നൊക്കെയുള്ള ആത്മീക ചിന്ത എന്നെ ഭരിച്ചുകൊണ്ടേയിരുന്നു. ആ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ സ്തോത്രം, ഹോസ്പിറ്റലിൽ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇങ്ങനെ അവരുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിക്കും. അങ്ങനെ സങ്കടത്തിൽ ഇരിക്കുന്നവരോട് സുവിശേഷം പറയും. ഞാൻ റിസൈൻ ചെയ്യുന്നതിന്റെ തലേ വർഷം എന്റെ ഡയറിയിൽ 99 പേര് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച അവരുടെ പേര് ഞാൻ എഴുതി സൂക്ഷിച്ചു. കാരണം ഇങ്ങനൊരു സാധ്യത എനിക്ക് ദൈവം ഹോസ്പിറ്റലിൽ തന്നു. എല്ലാ ദിവസവും രാവിലെ എനിക്ക് 10 മണിക്ക് ഓഫീസിൽ വന്നാൽ മതി, പക്ഷെ ഞാൻ 8 മണിക്ക് വരും. 8 മണിക്ക് നേഴ്സന്മാര് ഡ്യൂട്ടിക്ക് കയറും. അതിനു മുമ്പ് എല്ലാവരും കൂടെ റിസപ്ഷന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാവരും ജോലിക്ക് കയറുന്നത്. അപ്പൊ പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനും ഒക്കെ വലിയൊരു ആശ്വാസം ഇവര് പ്രാർത്ഥിച്ചിട്ടാണല്ലോ തുടങ്ങുന്നത്. അങ്ങനെ എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ എന്റെ യേശുവിനെ ഉയർത്തുവാൻ ഇടയായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കവേ ഞാന് ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് വരാന്തയിൽ കൊണ്ട് വരുമ്പോൾ ഒരു മുറിയിൽ വലിയ നിലവിളി, ഭയങ്കര നിലവിളി എന്ന് വെച്ചാൽ കൂട്ടുന്നത്. ഞാൻ നോക്കിയപ്പോ നിറച്ച ആളുകളാണ്, വലിയ കട്ടിലയിലോട്ട് നോക്കിയപ്പം യോഗ്യനായ ഒരു യൗവനക്കാരൻ, സുന്ദരനായ ഒരു യൗവനക്കാരൻ പ്രജ്ഞയേറ്റ് കിടക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. അങ്ങനെ ഹോസ്പിറ്റലിൽ ധാരാളം മരണങ്ങൾ നടക്കുന്നുണ്ട്, കാണലുണ്ട്. പക്ഷെ ഇതിൽ എനിക്കൊരു പ്രത്യേക സങ്കടം തോന്നി. കണ്ണുനീരുമ്പോൾ ഞാൻ പോകാതെ അതിന്റെ വാതിൽക്കൽ നിന്ന് ആളുകളൊക്കെ ഇറങ്ങിയപ്പോ ഞാൻ അതിനകത്ത് കയറി എന്താ വിവരങ്ങളൊക്കെ ചോദിച്ചു. ഭാര്യയും മകനെ ഞാൻ പരിചയപ്പെട്ടു. അവര് പറഞ്ഞു മരിച്ചു പോകും, നിങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചോളൂ എന്ന് പറഞ്ഞാന്ന് പറഞ്ഞു. എനിക്ക് എവിടുന്ന് ആ ഒരു ധൈര്യം വന്നെന്ന് എനിക്കറിയില്ല. എന്റെ ദൈവത്തിന്റെ ആത്മാവിനിലേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോഴും ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിങ്ങൾ കണ്ണുനീരോട് ദൈവത്തോട് വളർത്ത, കർത്താവ് എന്റെ ഭർത്താവിന് ഒരു ആയുസ് കൊടുത്താൽ ഞങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് നിങ്ങൾ തീരുമാനമെടുത്താൽ ജീവിപ്പിച്ചു തരാൻ കഴിയുന്ന ഒരു യേശു ഉണ്ട്. ഓ, അവര് പറഞ്ഞു, അയ്യോ ഞങ്ങൾ ഏറ്റു പറയാം. ഞാൻ ചൊല്ലിക്കൊടുത്തു. സ്തോത്രം. അവർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റു പറഞ്ഞു. മോൻ അന്ന് പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോനേ ഉള്ളൂ. ഞാൻ അവന് കൊടുത്തു. അവൻ പറഞ്ഞു, എന്റെ ഡാഡായിക്കൊരു ജീവിതം തരുമെങ്കിൽ, അയ്യോ യേശുവേ, ഞാൻ എന്നെ എന്റെ ഹൃദയത്തിൽ വേണമേ, ഞാൻ നിന്നെ എന്റെ പൊന്നു പാസ്റ്റേ, ദൈവം ഒരു മഹാത്ഭുതം കൊണ്ട് ചെയ്തു. അദ്ദേഹം കുറെ കഴിഞ്ഞ് ഉണർന്നു. അദ്ദേഹം ആരോഗ്യവാനായിട്ട് അങ്ങോട്ട് എണ്ണിച്ചു. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതുപോലെ ഒരാൾ വന്ന് പ്രാർത്ഥിച്ചാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഡിസ്ചാർജ് ചെയ്തില്ല. മരണം വിധിച്ച് വൈദ്യശാസ്ത്രം വിട്ട് അദ്ദേഹത്തെ ആരോഗ്യവാനായിട്ട് ദൈവം ഇവിടെ എഴുന്നേൽപ്പിച്ചു വിട്ടു. എന്റെ കൂടെ അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം പരസ്യത്തിൽ സാക്ഷ്യം പറഞ്ഞു, എന്നെ വൈദ്യശാസ്ത്രം മരിച്ചവനായി തള്ളിയതാ, ജീവൻ തന്ന ദൈവം. അങ്ങനെ എനിക്കൊരു എന്റെ പൊന്നു പാസ്റ്റർ, എന്റെ പൊന്നു പ്രിയരെ, എനിക്ക് ഇത്ര വലിയൊരു അത്ഭുതം ചെയ്യാൻ കഴിയുന്ന
ഒരു ദൈവത്തെയാണല്ലോ ഞാൻ സേവിക്കുന്നത്. അതുകൊണ്ട് ജീവനോപാധിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഇതിനകത്ത് കിടന്ന് കറങ്ങാതെ എനിക്ക് പുറത്തു പോയാൽ സ്വാതന്ത്ര്യമായി, ഒരു ചിന്ത എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുക. ആ ദിവസങ്ങളിൽ ഇങ്ങനെ സ്തോത്രം. ഒരു ദിവസം ഞാൻ ഓഫീസിലേക്ക് വരാതെ കൂടെ നടന്നു വരുമ്പോ എന്റെ ചെവിയിലൊരു ശബ്ദം, എനിക്ക് തോന്നി പുറത്ത് നിന്ന് ആരെങ്കിലും പറയാണെന്ന്, ഇന്ന് വരെ ജോലി ചെയ്തത് മതി, ഇനി നീ എന്റെ വേല ചെയ്യണം. അതൊരു ഗാംഭീര്യമുള്ള ശബ്ദം. എന്റെ രോമമൊക്കെ എഴുന്നേറ്റ് വന്നു. എനിക്കറിയാം ഇതൊരു ദൈവശബ്ദം. ഞാൻ പുറകോട്ട് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരുമില്ല. എനിക്ക് എന്റെ അന്തരാത്മാവിൽ മനസ്സിലാക്കി എന്റെ യേശു എന്നെ വിളിച്ചതാണെന്ന്. പൊന്നു പ്രിയരെ, ഞാൻ അവിടുന്ന് നേരെ MD-യുടെ ക്യാബിനിൽ ചെന്നു. അവിടുന്ന് നേരെ എങ്ങോട്ടും തിരിഞ്ഞില്ല. ഞാൻ ചെന്ന് പറഞ്ഞു, ഞാൻ ജോലി റിസൈൻ ചെയ്യാണ്. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എന്റെ പശ്ചാത്തലങ്ങളൊക്കെ കുറെ അറിയാവുന്ന കുഞ്ഞുങ്ങളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളാന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം എന്നോട് വളരെ നിർബന്ധിച്ചു. കുഞ്ഞുങ്ങളൊക്കെ പ്രായമായിട്ട് അതുവരെ ജോലി എന്നിട്ട് ഞാൻ പറഞ്ഞല്ല, ദൈവം എന്നെ വിളിച്ചു, ഞാൻ പോവാണെന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിക്കാതെ ഒത്തിരി നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞ എനിക്ക് ഒരു ആയുസ് തന്ന ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ജോലി ചെയ്യില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, സൈമ പോയിക്കോ, പക്ഷേ എപ്പോ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അപ്പോൾ മടങ്ങി വരണം. പ്രകടം ഫണ്ട് വാങ്ങരുത്, അതവിടെ കിടന്നോട്ടെ. സ്തോത്രം. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ആ ക്യാബിൽ നിന്ന് പുറത്തു വന്നു. എന്റെ ശമ്പളമല്ലാതെ ഒരു 10 പൈസയുടെ വരുമാനം ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലില്ല. കാരണം അവിടെ കുറച്ച് റബ്ബറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ റീപ്ലാന്റ് ചെയ്ത വർഷമാണ്. ഇനി 6-7 വർഷം കഴിയാതെ അതിൽ നിന്ന് ആദായം കിട്ടില്ല. എന്റെ ശമ്പളം കൊണ്ട് ജീവിക്കേണ്ട സ്തോത്രം കുടുംബം ഞാന് ജോലി രാജിവെച്ചതോടുകൂടി എന്റെ ശമ്പളത്തിന്റെ എല്ലാ വരുമാനത്തിന്റെ എല്ലാ സോഴ്സും അതോടെ അടഞ്ഞുപോയി. പക്ഷെ എനിക്കൊരു ധൈര്യം, യേശുവാണ് എന്നെ വിളിച്ചത്. ഞാൻ ആരുടെ അടുക്കാൻ പോയില്ല. എനിക്കന്ന് പരിചയമുള്ള പാസ്റ്റേഴ്സും സംഘടനകളൊക്കെ ഉണ്ട്. ഞാൻ ഇതുപോലെ സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നെ അവര് ഒരു ശുശ്രൂഷകനായി എടുക്കുകയും എന്നെ ഒരു സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമെന്ന് എനിക്ക് ഉള്ളിൽ അറിയാം. പക്ഷെ ഞാൻ ആരുടെ അടുത്ത് പോയില്ല. ഞാൻ ദൈവത്തോട് ഒരു വാക്ക് പറഞ്ഞു, ദൈവമേ, അങ്ങാണ് എനിക്ക് ഈ കഴിവുകളും ഈ ജോലിയെല്ലാം തന്നത്. അങ്ങ് പറഞ്ഞു, ഞാനിത് ആ ജോലി വിടുന്നു. ഇനി ഞാൻ ആരും ഡിപ്പെൻഡ് ചെയ്യില്ല. എന്റെ ദൈവം എന്നെ നടത്തണം. എന്റെ കുഞ്ഞുങ്ങളെയും എന്റെ ഭാര്യയും ഞാൻ നടത്തേണ്ട എല്ലാ കാര്യവും എന്നെ വിളിച്ച യേശുവെ അങ്ങ് തന്നെ ചെയ്യണം. ആരുടെയും മുമ്പിൽ പോയി ഒരാവശ്യം പറയാനോ ഒരു സാമ്പത്തിക കാര്യം ചോദിക്കാനോ എന്നെ വിടരുത്. ദൈവം തരുന്നത് മതി. ഞാൻ പിറ്റേ ദിവസം തൊട്ട് ട്രാക്ട് എടുത്ത് റോഡ് സൈഡിൽ ഇങ്ങനെ കൊടുത്ത് ദൈവം എന്നോട് പറയും, ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ ഒരാൾക്കൂടെ കാണുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ യേശുവിനെ പ്രസംഗിക്കും. രാവിലെ തൊട്ട് വൈകുന്നവരെ ടൗണിൽ കൂടെ നടന്ന് പരസ്യവും നടത്തും. ദൈവം എന്നോട് പറയാം, ഇവിടെ നിൽക്കെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കും. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ദിവസം ടൗൺ ഹാളിന്റെ മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കാം. ഒറ്റയ്ക്ക് നിന്ന് പലരും എന്റെ ഈ ഹോസ്പിറ്റലിൽ ജോലി ആയതുകൊണ്ട് ടൗണിൽ അനേകർക്ക് എന്നെ പരിചയമുണ്ട്. ഈ ഹോസ്പിറ്റലിൽ ജോലിയുണ്ട്. പലരും വന്നും ബൈക്ക് നിർത്തിയും കാറ് സ്ലോ ചെയ്തും ഒക്കെ എന്നെ ഇങ്ങനെ അടിമുടി നോക്കിച്ച് ഇയാള് തന്നെ അയാള് തന്നെ ആന്നോ ഇയാളെന്നൊക്കെ നോക്കി പോവാന്ന്. അത് എനിക്കൊരു ഭയങ്കര ഒരു സങ്കടം അങ്ങോട്ട് വന്നു. അയ്യോ, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണല്ലോ ദൈവമേ. എന്റെ കൂടെ ഒരു 4-5 പേരൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അഭിമാനം ഉണ്ടല്ലോ ദൈവമേ. എനിക്ക് ഭയങ്കര സങ്കടം വന്നു കേട്ടോ. അങ്ങനെ ഞാൻ വൈകിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് സങ്കടമുണ്ട്, ഞാൻ ഒറ്റയ്ക്ക്, എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലല്ലോ. ദൈവശബ്ദം കേൾക്കുക, നീ ഒരു ബൈബിൾ കോളേജ് തുടങ്ങ്, ഞാൻ നിന്നെ സഹായിക്കാം. അയ്യോ, ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, ബൈബിൾ കോളേജിലെ തിണ്ണ കണ്ടിട്ടില്ല, എന്താ പഠിപ്പിക്കുക ഒന്നും അറിയത്തില്ല. പക്ഷേ എനിക്കൊരു ധൈര്യം ദൈവം തന്നു. എന്റെ ദൈവം പറഞ്ഞെങ്കിൽ എല്ലാത്തിനും എന്റെ ദൈവം മതിയായ ദൈവമാണ്. ഞാൻ എന്താ കഴിക്കുമെന്ന് അറിയത്തില്ല, ഞാൻ എവിടെ പാർക്കുമെന്ന് അറിയത്തില്ല, വീട്ടിൽ 10 പൈസ കൊടുക്കാൻ കഴിയുന്നില്ല. എന്നോടാ പറയുന്ന സ്കൂളോടെ എനിക്കൊരു ഒരു ഊർജം എന്റെ ദൈവം കിട്ടുന്നത്.
അപ്പോഴത്തേക്ക് എന്നെ സഹായിക്കാൻ സ്നേഹന്മാരൊക്കെ കൂടി. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ദൈവം എന്നോട് ഇത് പറഞ്ഞു, അതുകൊണ്ട് ബൈബിൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് കുറെ ആന്റിമാരെയൊക്കെ സങ്കടപ്പെട്ട് കരഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ ഗ്രൂപ്പിനെ അപ്പത്തേക്ക് എനിക്ക് ദൈവം തന്നു. സ്വതം അവരോട് ഞാൻ പറഞ്ഞു, അവരിൽ നിന്ന് പ്രാർത്ഥിച്ച് ഒരു പേരൊക്കെ ഇട്ടു. ദൈവാത്മാ പറഞ്ഞു ബേർശേബ, മലബാർ ബേർശേബ ബൈബിൾ കോളേജ് എന്ന് പേരിട്ടോളാം. ഒന്നുമില്ല കേട്ടോ, ഞാനൊറ്റ ഓർക്കണം ഇത്. ഗുഡ് ന്യൂസ് കോഴിക്കോട് ഏജന്റിന്റെ അടുത്ത് എന്റെ സ്നേഹിതൻ പോയി പറഞ്ഞു, മലബാർ ബേർശേബ ബൈബിൾ കോളേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷിക്കുക. ഒരു പോസ്റ്റ് ബോക്സ് നമ്പരൊക്കെ അപ്പത്തേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ എഴുത്തുകൾ വരാൻ തുടങ്ങി. ഞാനും അപ്പോഴത്തേക്ക് എന്റെ കൂടെ ഒരു മിഷനറി ഉണ്ട്. അത് എന്റെ ഒരു സ്നേഹിതനും ഞാനും കൂടെ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് ഒരു മിഷനറിയെ മലബാർ ഇവാഞ്ചലിക്കൽ ടീം എന്നൊരു ടീമൊക്കെ അപ്പോഴത്തേക്ക് രജിസ്റ്റർ ചെയ്ത് ആ മിഷനറി കർത്താവിന്റെ പേര് ഞങ്ങൾ രണ്ടും കൂടെ രാവിലെ തൊട്ട് വീട് തപ്പി നടക്കുകയാണ്. വാടക വീട് 10 പൈസ കയ്യിലില്ല, വാടക വീട് തപ്പി നടക്കുകയാണ്. അന്നേരം ഈ പ്രയർ ഗ്രൂപ്പിലെ ഒരു ആന്റി പറഞ്ഞു, നിങ്ങൾക്കൊരു വീട് ദൈവം തന്നിട്ടുണ്ട്, ഓടിട്ട വീടാണ്, റോഡിൽ നിന്ന് വഴിയെ ഇച്ചിരി അകത്തോട്ട് കയറി പോകണം, ഒരു സൈഡ് വെള്ളക്കെട്ടാണ്, അങ്ങനെ ഒരു ഓടിട്ട വീട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനും ആ മിഷണറിയും കൂടെ ഇങ്ങനെ വീട് തപ്പി പോയപ്പോ ഒരാൾ പറഞ്ഞു ഇവിടെ ഒരു വീട് കിടപ്പുണ്ട്. ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോ ഈ ആന്റി പറഞ്ഞ വീട്, ഒരു സൈഡ് വെള്ളക്കെട്ട്, ഓടിട്ട വീട്. അപ്പൊ ഞങ്ങൾ ഒരു ഹോട്ടൽ ഉടമയുടെ ഞങ്ങൾ അവിടെ ചോദിച്ചു, ഈ ഇത് വാടകയ്ക്ക് കൊടുക്കോ? കൊടുക്കും. എന്താ വേണം? എങ്ങനാ? 1,000 രൂപ ഡിപ്പോസിറ്റും മാസം 1000 രൂപ വാടകയും, 1-ാം തീയതി വാടക തരണം, 10,000 രൂപ ഒരാഴ്ചക്കകം തരണം. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. എവിടുന്ന? കാരണം ആന്റിമാര് കണ്ട വീട് തന്നെയല്ലേ. ഈ ഡിപ്പോസിറ്റ് കൊടുക്കേണ്ടതിന്റെ തലേ ദിവസം ഒരു ആന്റിയോട് ദൈവം പറയാണ്, ആന്റിയുടെ മകൾ സ്നാനപ്പെടുമ്പോൾ ഊരി വെച്ച ഒരു മാല ആന്റിയുടെ കയ്യിലിരിപ്പുണ്ട്. ആന്റിയോട് ദൈവം പറയാ, ഇത് സൈമൺ സാറിന്റെ കൈ കൊണ്ട് കൊടുക്കാൻ സ്തോത്രം പറഞ്ഞ് രാവിലെ മോടടുത്ത് കൊടുത്തു വിട്ടു. ഞാന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടി വന്ന് പൊട്ടിയിട്ട് പറഞ്ഞു, അമ്മ തന്നയച്ചതാ സുവിശേഷ വേലയ്ക്കാന്ന് പറഞ്ഞ് ഈ മാല എന്റെ കയ്യിൽ തന്നു. എന്റെ ഭാഷയെ, എന്റെ വാത്സല്യ ദൈവമക്കളെ, ഞാൻ അതുകൊണ്ട് സ്വർണ്ണക്കടയിൽ കൊണ്ട് കൊടുത്തു. അവർ ഉരുക്കി തൂക്കിച്ച് 10,000 രൂപ. 1 രൂപ കുറവില്ല, 1 രൂപ കൂടുതലുമില്ല. ഇതൊക്കെ പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാൻ കഴിയും? ദൈവകൃപയല്ലാത്തവർക്ക് ഇത് വിശ്വസിക്കാൻ പോലും കഴിയാത്ത അങ്ങനെ അടി ദൈവത്തിന്റെ ആത്മാവിന്റെ ഓരോ പ്രവൃത്തികളും വെളിപ്പെട്ട് വരാൻ തുടങ്ങി. 10,000 രൂപ വാടക കൊടുത്തു, അല്ല ഡെപ്പോസിറ്റ് കൊടുത്തു, എഗ്രിമെന്റ് എഴുതി, 1-ാം തീയതി 1000 രൂപ വാടക കൊടുക്കണം. ആപ്ലിക്കേഷൻ വന്നു. 10-15 കുട്ടികൾ ആപ്ലിക്കേഷൻ അയച്ചു. പോസ്റ്റ് ഓഫീസിൽ പോയി എഴുത്തെടുത്തുകൊണ്ട് വന്ന് പൊട്ടിച്ച് അവരെയൊക്കെ വിളിച്ചു. അപ്പോഴത്തേക്ക് വീടെടുത്തു. 10 കുട്ടികളെ അദ്ദേഹം തിരഞ്ഞെടുത്തു. ദൈവാത്മാവിനോട് പറഞ്ഞു 10 പേരെ എടുത്തോളാം. സ്തോത്രം. കാട്ടുതീ പോലെ അന്ന് മലബാർ എന്ന് പറയുന്ന 6 ജില്ലകളിൽ 5 ജില്ലകളിൽ ബൈബിൾ സ്കൂളില്ല. 5 ജില്ലകളിൽ, കാസർഗോഡ് ഇങ്ങോട്ട് 5 ജില്ലകളിൽ ബൈബിൾ കോളേജ് ഇല്ലാത്ത 1992 ഒരു ബൈബിൾ കോളേജ് തുടങ്ങുകയാണ്. ആര് പഠിപ്പിക്കും? ഇതെന്താ? ഒന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് ഒരേ ഉറപ്പ്, ദൈവം പറഞ്ഞെങ്കിൽ ദൈവം ചെയ്യും. 9 അധ്യാപകര് നല്ല തിയോളജിക്ക് ഡിഗ്രി ഉള്ളവർ അറിഞ്ഞു. ദൂരെന്ന് ഒരു 40 കിലോമീറ്റർ അപ്പുറം വരെയൊക്കെ ഇതറിഞ്ഞു. അവിടെ കോടഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് മുളക്കട് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടൊരു പാസ്റ്റർ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ ഇങ്ങ് പോരുന്നതാണ്, ഞാൻ വന്ന് പഠിപ്പിക്കാം. 9 അധ്യാപകര് വന്ന് പഠിപ്പിച്ചു. എന്താണ് പഠിപ്പിക്കേണ്ടത്? ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച് പരിചയമുള്ളവര് 9 അധ്യാപകരും ഓരോരോ വിഷയങ്ങൾ അവര് തന്നെ ഏറ്റെടുത്തൊക്കെ പഠിപ്പിക്കുകയാണ്. ഈ കുട്ടികളോട് ഒരൊറ്റ കരിവിന് 10 പൈസ ഫീസ് വേണ്ട, ഫുഡ് തരും. നിങ്ങൾക്ക് ബുക്കും പുസ്തകം ഇല്ലെങ്കിൽ വാങ്ങിച്ചു തരും. ഡ്രസ്സ് ഇല്ലെങ്കിൽ ഡ്രസ്സും തരും. പക്ഷേ ക്ലാസ് കഴിഞ്ഞാൽ പ്രവർത്തനത്തിന് വരണം. സന്ധ്യ വരെ സുവിശേഷ പ്രവർത്തനത്തിന് വരണം. അതാണ് നമ്മുടെ എടുക്കുമ്പോഴേ ഉള്ള എഗ്രിമെന്റ്. അങ്ങനെ
ഞാൻ പെട്ടെന്ന് പറയട്ടെ, എല്ലാം പറഞ്ഞാൽ നമ്മുടെ സമയവും കൂട്ടി പെട്ടെന്ന് പോകും. അപ്പൊ ഈ വൈകിട്ട് പോകാനെ കൊണ്ട് സൈക്കിൾ വേണം. ഒരാള് 3 സൈക്കിൾ സ്പോൺസർ ചെയ്തു. അറിഞ്ഞവര് 10 സൈക്കിൾ കിട്ടി. 10 സൈക്കിൾ കിട്ടി. എനിക്ക് സൈക്കിൾ കിട്ടിയില്ല, എനിക്കാരും തന്നില്ല. അപ്പൊ ഞാന് ഒരു പാസ്റ്ററെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോ ആ വരാന്തയിൽ ഒരു സൈക്കിള് അങ്ങനെ പൊടിയൊക്കെ പിടിച്ചു കിടക്കുന്നു. ഞാൻ ചോദിച്ചു, പക്ഷേ ഈ സൈക്കിള് എന്താണ്, വിൽക്കാനിട്ടേക്ക് വന്നത്? അദ്ദേഹം പറഞ്ഞു, വിൽക്കാനിട്ടേക്ക, ഇത് സെക്ഷന്റെ വകയായതുകൊണ്ട് ഇത് വിൽക്കാനിട്ടേക്ക. ഞാൻ പറഞ്ഞു, എന്താ വേണം? അത് 200 രൂപ തന്നെ കിട്ടിയാൽ കൊടുക്കാനിരിക്കാന്ന്. എന്റെ പൊന്നു പക്ഷേ പൊന്നു ദൈവമക്കളെ, ഞാൻ 200 രൂപ കൊടുത്തു അത് വാങ്ങിച്ചു. വർഷാപ്പിൽ കൊണ്ട് കൊടുത്തെല്ലാം നന്നാക്കി. അതെന്റെ സൈക്കിൾ. അങ്ങനെ 11 സൈക്കിള്. ഞങ്ങള് ക്ലാസ് കഴിയും, 10 കുട്ടികൾ, ഞാനും കൂടെ ട്രാക്ടറുമായി, പിന്നെ ഒരു ചെറിയ മൈക്ക് സെറ്റ് ഒക്കെ വാങ്ങിച്ചു. ഞങ്ങളുടെ മെഡിക്കൽ കോളേജിന്റെ മുറ്റമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാന സ്ഥലം. കാരണം എന്നും പുതിയ ആളുകൾ, അത് തന്നെയല്ല ഈ സങ്കടപ്പെട്ടിരിക്കുന്നവർ കേട്ട് നിൽക്കും. പിന്നെ ജംഗ്ഷനുകളൊക്കെ പരിസരം ഇങ്ങനെ അത് ശീഘ്രം പറഞ്ഞു പോകട്ടെ. 10 സൈക്കിളിൽ പോകാനുള്ള ദൂരമൊക്കെ പോയി കഴിഞ്ഞ് അപ്പൊ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം, ഒരു വണ്ടി കിട്ടിയാൽ കൊള്ളാം. ദൈവത്തിന് കഴിയാത്ത കാര്യമില്ലല്ലോ. എനിക്ക് നല്ല ഡ്രൈവിംഗ് അറിയാം. വണ്ടിയെ കയറി ഇരുന്നാൽ ഞാൻ പിന്നെ സ്റ്റിയറിംഗ് ആർക്കും കൊടുക്കത്തില്ല. എവിടെ വരെ അറിയാലോ പോകും. അത്രയ്ക്ക് ഇപ്പോഴാ എന്റെ വണ്ടി ആരേലും ഒക്കെ ഒന്ന് ഓടിക്കുന്നത്. മറ്റേ ആർക്കും കൊടുക്കത്തില്ല. മക്കള് ഡ്രൈവിംഗ് പഠിച്ചപ്പം ഞങ്ങൾ നാട്ടിൽ പോകാൻ ആദ്യം ഒരുത്തൻ ഓടിച്ചെന്ന് കയറി അങ്ങ് ഇരിക്കും. പിന്നെ അവൻ ഇറങ്ങത്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഡ്രൈവിങ്ങിനോട് വലിയ താല്പര്യമാണ്. പക്ഷേ പ്രാർത്ഥന തുടങ്ങി. ഞങ്ങൾ ബൈബിൾ കോളേജ്, ദൈവമേ, ഞങ്ങള് സൈക്കിളിൽ പോകാൻ ദൂരമായി, മലബാറിലെ 6 ജില്ലകളുണ്ട്, ഇവിടെയെല്ലാം പോകാൻ ഞങ്ങൾക്ക് ഒരു വണ്ടി വേണം ദൈവമേ. പ്രാർത്ഥിച്ച് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കാം. അപ്പൊ ദൈവം എന്നോട് പറയാണ്, നിങ്ങൾക്കൊരു വണ്ടി ഞാൻ ഇവിടെ കൊണ്ടുതരും. പ്രൈസ്. ഞാൻ സഹോദരന്മാരോട് പറഞ്ഞു, ദൈവം എനിക്കൊരു വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ധൈര്യമായിരുന്നോ, ഇനിയും പ്രാർത്ഥിക്കേണ്ട, വണ്ടി വരും. അപ്പൊ ഒരു മെടുക്കൻ പറഞ്ഞു, സാറ് എത്ര നാൾ കൊണ്ട് നടന്നിട്ട് ഒരു വണ്ടി നമുക്ക് കാണാൻ പോലും പറ്റിയില്ല, പിന്നെ ഇവിടെ എപ്പോഴാ കൊണ്ടുവരിക? ഞാൻ ധൈര്യം എനിക്ക്. എന്റെ പൊന്നു ദൈവമക്കളെ, നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവമാണ്. സ്തോത്രം. ആദ്യം ഞങ്ങൾക്ക് എന്താ വണ്ടി തരാഞ്ഞ്? നമ്മുടെ ആത്മാർത്ഥത എങ്ങനെയാണെന്ന്, സൈക്കിളിൽ പോകേണ്ട കാലത്ത് സൈക്കിളിൽ പോയാലേ വണ്ടി കിട്ടത്തുള്ളൂ. ആ ഒന്നാന്തരം മഹേന്ദ്രയുടെ ജീപ്പ് 8 മാസം അദ്ദേഹം ഉപയോഗിച്ചു. അദ്ദേഹം വിൽക്കാന് അവിടെ കൊണ്ടുവരും. എന്നെ നേരത്തെ പരിചയമുള്ളത് കൊണ്ട് കോടഞ്ചേരിയിൽ നിന്ന് വിൽക്കാൻ അവിടെ അദ്ദേഹം കോഴിക്കോട് കൊണ്ടുവന്ന് എന്നോട് പറഞ്ഞു, സാറിന് ആൾക്കാരെ പരിചയമുണ്ടല്ലോ, ഇതൊന്ന് വിറ്റ് തരണം എനിക്ക്. ഞാൻ ബാങ്കിൽ അടച്ച പൈസ കിട്ടിയാൽ മതി, ബാക്കി പൈസ അവര് ലോൺ അടച്ചാൽ മതി. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നെ, വണ്ടി കച്ചവടം വലിയ ബുദ്ധിമുട്ടാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹമായിട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോ ദൈവം എന്നോട് പറയാ, ഈ വണ്ടിയാ നിങ്ങളുടെ വണ്ടി, നീ വാങ്ങിച്ചോ. ഞാൻ ചോദിച്ചു, വണ്ടി വിൽക്കുന്നത് എന്താ വേണം? 2.25 ലക്ഷം രൂപ. ഞാൻ കുറയുമോ? ഇല്ല, കാരണം 10,000 രൂപ പകുതി കിട്ടും വണ്ടി വിറ്റാൽ. അന്ന് പുതിയ വണ്ടി, ഇതിപ്പോ 7 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ ശരി, ഞാൻ വാങ്ങിച്ചിരിക്കുന്ന വണ്ടി, ഓക്കെ, 100 രൂപ അഡ്വാൻസ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞ എന്നെ വീട്ടിലൊന്ന് കൊണ്ടുവിട്ടെ. ഞാൻ അദ്ദേഹത്തെ കോടഞ്ചേരി കൊണ്ടുവച്ചു. പിറ്റേന്ന് തൊട്ട് ഞങ്ങൾ ട്രാക്ടർ ഇങ്ങനെ പാക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കാർഡ്ബോർഡ് പെട്ടി നിറച്ച, അതൊരു 3-4 പെട്ടി കയറ്റും. 1-2 ദിവസം ക്ലാസ് അങ്ങോട്ട് കട്ട് ചെയ്ത് ഒരു 10ഉം 16ഉം പരസ്യവും. പരസ്യത്തിന് പറയും, ഒരു കെട്ട് പുസ്തകം 1 രൂപ, ഒരു പാക്കറ്റ് പുസ്തകം 1 രൂപ. 10ഉം 200ഉം 300ഉം പാക്കറ്റ് വയ്ക്കും. ഞങ്ങൾ ഡീസൽ അടിക്കും, ആഹാരം കഴിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഈ പൈസ ബാങ്കില് ലോൺ അടയ്ക്കാൻ പറ്റുന്നേ ഇല്ല. അവര് അങ്ങനെ ഭാരപ്പെട്ടും. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പോയി അഹങ്കാരത്തിന് വണ്ടി വാങ്ങിച്ചു 2 വലിയൊരു കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ എന്റെ ദൈവത്തിന് എനിക്ക് അവമാനം. അതുകൊണ്ട് ദൈവം എന്നെ ഒന്ന് സഹായിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയരെ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവമാണ്. പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്ന ദൈവമാണ്. പെരുവെള്ളം സകലത്തെയും കുത്തി ഒഴുക്കിക്കൊണ്ട് പോകുമ്പോൾ തന്റെ മക്കൾക്ക് വേണ്ടി അതിന്റെ മുകളിൽ കൂടി വഴിയൊരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. 2 പേര് ബൈക്കിൽ റോഡേ പോവുകയാണ്. അവര് ബേർസേബ ബൈബിൾ കോളേജിന്റെ ബോർഡ് കണ്ടിട്ട്
അവിടെ കയറി വന്നു. ഒരാൾ കയറി വന്നു, ഒരാൾ ആ റോഡ് സൈഡിൽ നിന്നു. അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാ, എന്താണ്? ഞാൻ വഷളായ പട്ടണമാണ്, ഞാൻ ഗ്രാമപ്രദേശത്താണ് എൻ്റെ വീട്. എൻ്റെ ജ്യേഷ്ഠൻ വക്കീലായതുകൊണ്ട് ഞാൻ ഈ ടൗണിൽ നിന്നാണ് ഡിഗ്രിക്ക് പഠിച്ചത്. ഞാൻ മദ്യപാനിയായി, എന്നെ ഈ പട്ടണം വഷളാക്കി, വഷളന്മാരുടെ കൂട്ടത്തിൽ ഞാനും കൂടി. എന്നെ വീടിന് പോറ്റാൻ വയ്യാത്തോണ്ട് എനിക്കൊരു വിസ എടുത്തു തന്ന് എന്നെ ബഹറിൽ വിട്ടതാണ്. ഞാൻ അവിടെ വെച്ച് എൻ്റെ യേശുവിനെ കണ്ടുമുട്ടി. ഞാനൊരു ദൈവവേദനായി ആദ്യം വരിക ഈ ഞാൻ നശിച്ച പട്ടണത്തിൽ ഈ ബോർഡ് കണ്ട് ഞാൻ കയറി വന്നതാണ്. അദ്ദേഹം എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, പ്രാർത്ഥിച്ചു, ഒരു സംഭാവന, ഒരു സ്വത്രാഴ്ചയൊക്കെ തന്നിട്ട് അദ്ദേഹം പോയി. അദ്ദേഹം ബഹറിൽ ചെന്നിട്ട് എനിക്കൊരു എഴുത്ത്, ബ്രദർ ഗൾഫിൽ വരാൻ താല്പര്യമുണ്ടോ? ഞാൻ കൊണ്ടുവരും. ആ കാലഘട്ടത്തിൽ ഗൾഫിലെ ഭാഷമാരൊന്നും പോകാത്ത ഒരു കാലഘട്ടം പോലെ. അഥവാ പോകുന്നെങ്കിൽ ഓർസർമാരോ അത് വലിയ പ്രവാചകന്മാരോ അല്ലാതെ സാധാരണക്കാരൊന്നും ഗൾഫ് കണ്ടിട്ടില്ലാത്ത കാലമാണെന്നൂടെ ഓർക്കണം. ഞാൻ അദ്ദേഹത്തിന് എഴുതി, ഉപദേശിക്കെന്തിനാ പാസ്പോർട്ട്? എനിക്ക് പാസ്പോർട്ട് ഇല്ല. അദ്ദേഹം പറഞ്ഞ എളുപ്പം പാസ്പോർട്ട് എടുക്കും. ഞാൻ എനിക്ക് പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടി. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പാസ്പോർട്ട് കോപ്പി അയച്ചു. അദ്ദേഹം എനിക്ക് വിസ അയച്ചു തന്നു. സ്തോത്രം. എനിക്ക് ടിക്കറ്റിന് പൈസ ഇല്ല. എൻ്റെ ഒരു സ്നേഹിതൻ ട്രാവൽ ഏജൻസി, അദ്ദേഹം എനിക്ക് ടിക്കറ്റ് തന്നു. ഞാൻ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പൈസയ്ക്ക് നിങ്ങൾക്ക് 5 രാജ്യങ്ങളിൽ പോവാം, ബഹ്റൈൻ ഉൾപ്പെടെ. ഇപ്പൊ എഴുതിയപ്പാ ഇല്ലേപ്പാ? ഞാൻ പറഞ്ഞു, ഫ്രീ ആയിട്ട് എഴുതുവാന്നെ എന്തെല്ലാം വേണമെങ്കിലും എഴുതിക്കോളാം. അങ്ങനെ 5 രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് അതിൽ എനിക്ക് എഴുതി തന്നു. ഞാൻ ബഹ്റിൽ പോയി. അവിടെ എനിക്ക് 15 ദിവസമേ ഉള്ളായിരുന്നു ട്രാൻസിറ്റ് വിസ. 4 രാജ്യത്ത് ഞാൻ സഞ്ചരിച്ചു. 5ാമത്തെ രാജ്യം ഒമാനിലെത്തി. അവിടെ ഒരു ദൈവദാസൻ, പേര് ഞാൻ പറയുന്നില്ല, സോഹാറിലുള്ള അറിയപ്പെടുന്ന ഒരു ദൈവദാസൻ എന്നെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. സ്തോത്രം. 1 മാസം കഴിഞ്ഞു അദ്ദേഹത്തെ ചർച്ചിൽ അവിടെ ഇങ്ങനെ ശുശ്രൂഷിച്ചു. ഒരു രാത്രിയിൽ ദൈവാത്മാവനോട് പറഞ്ഞു, നീ മടങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. ഞാൻ എണ്ണിച്ച് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ എന്നോട് ദൈവം പറഞ്ഞ് മടങ്ങിപ്പോക്കോളാൻ പറഞ്ഞ് ഞാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, പോവല്ലേ, മലബാറിലെ വേലയ്ക്ക് ഈ ഗൾഫിലൊന്ന് വരിക എന്ന് പറയുന്നത് സാധ്യമല്ല, വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വന്ന് ഇനി 2 മാസം കൊണ്ട് നിങ്ങൾ ഇവിടെ വന്നെന്ന് ഇവിടെ സഭകളൊക്കെ അറിഞ്ഞു വരുന്നുള്ളൂ. ഇത് ഇന്ത്യ പോലെ വലിയ രാജ്യമാണ്, നിങ്ങൾക്ക് ദിവസം ശുശ്രൂഷയുണ്ട്, നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ 2 മാസമല്ല 6 മാസമല്ല നിൽക്കാൻ എനിക്ക് മനസ്സിലാവും, പക്ഷെ എന്നോട് ദൈവം പോകാൻ പറഞ്ഞു, ഞാൻ നിൽക്കില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നാ ദൈവം പറഞ്ഞ എന്നെ പോക്കോ, ഇനി എന്ന് ഗൾഫിൽ വരണോ അന്ന് ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് വിട്ടു. വാത്സല്യ ദൈവം ജനമേ, എന്നെ കേൾക്കുന്ന പ്രിയരെ, വാത്സല്യ പാസ്റ്ററെ, ഞാൻ ഇന്ത്യയിൽ വന്ന് എൻ്റെ കയ്യിൽ എന്തോ പൈസ കിട്ടിയെന്ന് ഞാൻ ഇല്ല, എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് അറിയത്തില്ല. ഞാൻ ഇന്ത്യയിൽ വന്ന് എൻ്റെ ചെക്കും പൈസ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ 2.25 ലക്ഷം രൂപ എന്ന് തികഞ്ഞു. അന്ന് ദൈവം എന്നോട് പറഞ്ഞു, മടങ്ങി പോകണം. നമ്മുടെ ദൈവം ആരാണെന്നറിയാം. നമ്മുടെ ദൈവം ഒരു കാര്യം ചെയ്താൽ അത് നമ്മളെ ഉറപ്പിച്ച് ധൈര്യപ്പെടും. 2 മാസം കൂടെ ഇവിടെ എനിക്ക് നിന്നായിരുന്നെങ്കിൽ കുറെ കൂടെ വേദനയ്ക്ക് തന്നെ. പക്ഷേ എന്നെ അതിനല്ല വിട്ട്, എന്റെ ജീപ്പിന്റെ പൈസയ്ക്ക് വേണ്ടി മാറ്റാം. ഇന്ന് ഞാൻ ആ ജീപ്പ് വളരെ കെയർഫുൾ ആയിട്ട് കാക്കുന്നുണ്ട്. എത്രയോ വണ്ടികൾ എനിക്ക് ദൈവം തന്നു. എന്നാൽ ഇന്നും എന്റെ മക്കളും പറയും, പപ്പ 200 രൂപയുടെ സൈക്കിളും ഈ ജീപ്പും അപ്പ ഒരിക്കലും വിൽക്കരുത്. പക്ഷേ 200 രൂപയുടെ സൈക്കിള് കഴിഞ്ഞ വർഷം ഞാൻ വിറ്റ്. കാരണം അന്നത്തെ പൊടിഞ്ഞു. കാരണം 92-ൽ സെക്കൻഡ് ഹാൻഡ് 200 രൂപയ്ക്ക് വാങ്ങിച്ചത് 2024 ആയപ്പോ എന്റെ ഗതി 200 രൂപയ്ക്ക് വാങ്ങിച്ചത് 500 രൂപയ്ക്ക് വിറ്റു. എന്നിട്ട് ഞാൻ 500 രൂപ നോട്ട് നഷ്ടം വന്നില്ല. ഞാനത് ബൈബിളിനകത്ത് 500 രൂപ അങ്ങനെ വെച്ചിരുന്നു. അപ്പൊ എന്റെ ലിസി വേണ്ട, അച്ഛൻ എന്തിനാ ഈ പൈസ ഒക്കെ പേഴ്സിനകത്തല്ലേ വെക്കട്ടെ, ലിസി എടുത്തിട്ട് എന്റെ ആശുപത്രി എടുത്ത് ഞാൻ പറഞ്ഞ ബൈബിളിനകത്ത് ഇരുന്ന് 500 രൂപ ഞാൻ എടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ലിസി സൈക്കിൾ വിറ്റ പൈസയാ. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, എനിക്ക് ആകെ തുക എന്റെ കേൾവിക്കാരോടും സ്തോത്രം ലോകത്തോടും വിളിച്ചു പറയാൻ എന്റെ ഹൃദയത്തിന്റെ വെമ്പൽ, ഒരുവൻ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവന് വേണ്ടി ഈ ഭൂമിയിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറയും, എന്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ മുമ്പോട്ട് പോയി.
ബൈബിൾ കോളേജ് അനുഗ്രഹമായി ദൈവം നടത്തിക്കൊണ്ടിരുന്നു. സ്തോത്രം. ഒരു ദിവസം ഞാൻ ബൈബിൾ കോളേജിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ അയൽ ഇങ്ങനെ ഭയങ്കര തൂക്കിയിട്ടേക്കുക. അപ്പൊ ദൈവാനുഭവം എന്നോട് ചോദിക്കുക, ഉപദേശിക്ക് ഇത്രയും ഡ്രസ്സിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട, ഒരു ഡ്രസ്സൊക്കെ ഉള്ള ഉപദേശിമാരുടെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം നീ കുഷ്ഠരോഗത്തിന് കൊണ്ടുപോകും. എന്റെ പക്ഷേ ഒരു ജോഡി വെച്ചിട്ട് കംപ്ലീറ്റ് ഒരു കാർഡ്ബോർഡ് വീട്ടിൽ മതി. അന്ന് ഞങ്ങള് കുഷ്ഠരോഗാശുപത്രിയിൽ ഞായറാഴ്ച ആരാധന നടത്തുന്നുണ്ട്. അവിടെ കൊണ്ട് കൊടുത്തു. ഒറ്റ ജോഡി ഡ്രസ്സ് പകല് പരിശോധനത്തിനൊക്കെ ഇട്ടുകൊണ്ട് പോകും, രാത്രി കഴുകും. പിറ്റേ ദിവസം ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഞാൻ ആരാധനയ്ക്ക് പോകാൻ ഇങ്ങനെ ഒരുങ്ങപ്പം ദൈവനോട് ചോദിക്കുക, നിനക്ക് ഈ പെട്ടി ആവശ്യമുണ്ട്? ഞാൻ പറഞ്ഞ്, എനിക്ക് ഡ്രസ്സ് എല്ലാം കൊടുത്ത് ഇനി എന്തിനാ പെട്ടി? അത് ലിസയുടെ ആങ്ങളെ ഗൾഫിൽ നിന്ന് കൊണ്ടു തന്ന 4 വീലൊക്കെ ഉള്ള പെട്ടി. അന്നത്തെ കാലത്തില് ഈ വീലുള്ള പെട്ടിക്കൊക്കെ വലിയ ഡിമാൻഡുള്ള കാലം. അപ്പൊ ഞാൻ അത് ചുമ്മാ. അപ്പൊ നിന്നോട് പറഞ്ഞു, എന്നോട് വ്യക്തമായി ദൈവം പറയാണ്, ഈ പെട്ടി ഒരു സുവിശേഷകന് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു, കൊടുക്കാന്ന് കർത്താവേ, എനിക്ക് ഡ്രസ്സില്ലാത്ത എനിക്ക് എന്തിനാ പെട്ടി? എന്നിട്ട് ഇങ്ങനെ ഇത് വലിയ പെട്ടിയാണ്, വലിയ പെട്ടിയാണ്. ഈ സൈക്കിളിന്റെ പുറകെ വെച്ച് കെട്ടി എത്രയും ദൂരം ചവിട്ടുക എന്നൊക്കെ വെച്ചാൽ ഞാൻ പിന്നെ മാറ്റിപ്പോയി. ഒരു ഞായറാഴ്ച ഞാൻ ചർച്ചിൽ പോകാൻ റെഡിയായി നിൽക്കുമ്പോ ദൈവനോട് പറഞ്ഞു, ഈ പെട്ടി ആ വീട്ടിൽ കൊടുത്തിട്ട് നീ പ്രാർത്ഥനയ്ക്ക് പോകാം. ഞാൻ പറഞ്ഞ ഞാൻ കൊടുക്കാം. അങ്ങനെ പെട്ടി എടുത്തുകൊണ്ട് ഞാൻ സൈക്കിളിൽ വെച്ച് കെട്ടുക. ആകാശം അങ്ങോട്ട് കാർമേഘം കൊണ്ട് നിറഞ്ഞു, മഴ ചന്നം അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. അതായത് ഈ പെട്ടി കൊണ്ട് എനിക്ക് പോകാനൊക്കത്തില്ല 100%. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ പെട്ടി ഞാൻ ആ വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോ ഞാൻ നനയുകയാണെങ്കിൽ ഈ നനഞ്ഞ ഡ്രസ്സോട് ഞാൻ ആരാധനയ്ക്ക് പോകും. ഞാൻ എന്തായാലും ആരാധന മുടക്കത്തില്ല. ഈ പെട്ടി ദൈവം പറഞ്ഞത് അത്ര കർശനമായിട്ട് ഞാൻ ഇന്ന് കൊടുത്തേ പോകും. അങ്ങനെ എന്റെ പൊന്നു ദൈവമക്കളെ, ദൈവം മഴ പെയ്യാൻ അനുവദിച്ചില്ല കേട്ടോ. ചാറി പെയ്ത മഴയും കാർമേഘവും ഒക്കെ മാറി ഞാൻ സൈക്കിൾ ചവിട്ടി ഈ പെട്ടി ആ വീടിന്റെ മുറ്റത്ത് സൈക്കിൾ വെച്ച് ഇത് എടുത്തുകൊണ്ടിരുന്ന് പെരയ്ക്കകത്തോട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ആരാധനയ്ക്ക് സമയമായി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോ എന്നോട് പറഞ്ഞു, പോലെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? ഞാൻ പറഞ്ഞു, എന്താ ചോദിച്ചു? ഇത് ആര് പറഞ്ഞതാണ്? എങ്ങനെയാ ഇവിടെ ഈ പെട്ടി കൊണ്ടുവന്നേ? ഞാൻ പറഞ്ഞു, എന്നോട് ദൈവം പറഞ്ഞു, എന്റെ പെട്ടിയാ ദൈവം എന്നോട് ഇവിടെ തരാൻ പറഞ്ഞാൽ കൊണ്ടുവന്നവരും. എന്നാൽ അത് കേൾക്കണോ? 2 വർഷമായി എന്റെ കുഞ്ഞുങ്ങളുടെ തുണി വെക്കാൻ ഒരു അലമാരിയോ ഒരു പെട്ടിയോ എനിക്ക് തരണമെന്ന് ഒരു ഉപദേശിയുടെ ഭാര്യയുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയപ്പോൾ ഞാൻ പെട്ടി വെച്ചുകൊണ്ടിരുന്ന എന്നോട് പറയാണ്, ഇന്ന ഭവനത്തിലെ പെട്ടി കൊണ്ട് കൊടുക്കണം. ഞാൻ വൈകിയപ്പോൾ കർശനമായി പറഞ്ഞു, ഇന്ന് തന്നെ കൊടുക്കണം. എന്നെ കൊണ്ട് അവിടെ കൊണ്ട് കൊടുപ്പിച്ചിട്ട് ആമയെ സഹോദരിയുടെ വാക്ക് ഞാൻ മരണം വരെ മറക്കില്ല. കാരണം 2 വർഷമായി എന്റെ കുഞ്ഞുങ്ങളുടെ തുണി വെക്കാൻ ഞാൻ ഒരു അലമാരിക്കോ ഒരു പെട്ടിക്കോ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ മറുപടിയായതെന്ന് പറഞ്ഞു. പ്രിയരെ, നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. ആരുടെയും പ്രാർത്ഥന തള്ളിക്കളയുന്ന ദൈവമല്ല. എപ്പോൾ യോഗ്യമാകുമോ അതിനെവിടെയാണ് വഴിയെന്ന് നമ്മുടെ തമ്പുരാൻ അറിയാം. അങ്ങനെ ദൈവം ഓരോ ദിവസവും ഞങ്ങളെ അത്ഭുതകരമായി ദൈവം നടത്തി. സ്തോത്രം. ഒത്തിരി ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുവാനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് തീർന്നില്ല സംഭവം. ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ആരെങ്കിലും ഗൾഫിൽ കൊണ്ടുപോകും, അവിടെ സാമ്പത്തികമായ നന്മ വരും. അതൊക്കെ ഞാന് റിവറിയൽ ക്രൂസൈഡ്, പിന്നെ ഓരോ സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ 10-11 പേര് ഒന്നിച്ചു പോയി ഓരോ ജില്ലകളിൽ പോയി പാർത്ത് അവിടെ ഒരാഴ്ച വിസിറ്റ് ചെയ്ത് വിശ്വത്ത് കിട്ടുന്ന പൈസ എപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തീർന്ന് കഴിയുമോ അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി വേറൊരു വഴി തുറക്കും. അപ്പോൾ ആരെങ്കിലും എന്നെ വിളിച്ച് ഗൾഫിൽ പോകാതെ അത്രയും പൈസ എന്നും കേരളത്തിലും ഭാരതത്തിലും നമ്മുടെ കൈ വരാൻ ദൈവത്തിന് അറിയാം, അതിന് വഴി ഇവിടെ ഇല്ലെന്ന്. അതുകൊണ്ട് എന്നെ കൂടെ അങ്ങനെ ഞാൻ ഖത്തറിൽ ഒരു ദൈവദാസന്റെ കൂടെ പാർക്ക, അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല.
അദ്ദേഹം എന്നോട് പറഞ്ഞു, വാ നമുക്ക് ടൗണിൽ പോവാം. എന്നെ വിളിച്ചോണ്ട് പോയി ഒരു വലിയ ഒരു ഷോപ്പ്, പെട്ടി തന്നെ വിൽക്കുന്ന ഒരു ഷോപ്പിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിച്ച് എന്നോട് പറഞ്ഞു, പക്ഷേ ഈ പെട്ടിക്കടയിൽ കയറി ഇഷ്ടപ്പെട്ട ഒരു പെട്ടി എടുത്തു, ഞാൻ ബില്ലടയ്ക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടി വേണ്ട, ഞാൻ സാധനം വാങ്ങിച്ചില്ല, എനിക്ക് കൊണ്ടുപോകാൻ സാധനവും ഇല്ല, എനിക്ക് പെട്ടി വേണ്ട. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ദൈവം എന്നോട് പറഞ്ഞു പാസ്റ്റർ ഒരു പെട്ടി വാങ്ങിച്ചു തരാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടി വേണ്ട, ദൈവം പാസ്റ്ററോട് പറഞ്ഞെങ്കിൽ ഒരു പെട്ടി, ഇഷ്ടപ്പെട്ട ഒരു പെട്ടി എടുത്തുകൊണ്ട് വന്നാൽ മതി. ഞാൻ പുറത്ത് വെളിയിൽ നിന്നു, അദ്ദേഹം പോയി അകത്തോട് പോയി. ഞാൻ ഇങ്ങനെ കുറച്ചു നേരമായിട്ട് വരുന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു പെട്ടി വലിച്ചുകൊണ്ട് വരുന്നു. എന്റെ ദൈവമക്കളെ, പ്രിയരെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരനല്ല. ഞാൻ കൊടുത്ത പെട്ടിയുടെ വലിപ്പമുള്ള അതേ കളറുള്ള 4 വീലുള്ള അതിന്റെ ഈ പെട്ടിയുടെ പ്രത്യേകത, പുറകിലത്തെ 2 വീല് വലിയ വീലുള്ള ഞാൻ കൊടുത്ത അതേ പെട്ടി അദ്ദേഹം വലിച്ചു കൊണ്ടുവന്നിട്ട് ഉരുട്ടി കൊണ്ടുവന്ന് എന്റെ കൈ തന്നിട്ട് പറഞ്ഞു, ദൈവം എന്നോട് ഇത് എടുക്കാൻ പറഞ്ഞു, ഇത് പിടിച്ചോളാൻ പറഞ്ഞു. നിസ്സാര കാര്യല്ലേ? പക്ഷേ ഒരു ഉറപ്പ് എന്റെ കേൾവിക്കാരോട് ഞാൻ പറയാം, ഒരു ഗ്ലാസ് തണ്ണീർ ആവശ്യക്കാരന് കൊടുത്താൽ മറക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം മറക്കാത്ത ദൈവമാണ്. അങ്ങനെ അനേക ജീവിതാനുഭവങ്ങൾ കൂടി എന്നെ നടത്തി. പ്രധാനപ്പെട്ട 1-2 കാര്യം കൂടെ സമയമുണ്ടല്ലോ പക്ഷേ പാസ്റ്ററെ, അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. വിട്ടുപോയത് നമ്മുടെ പ്രേക്ഷകർ കേൾക്കാനുള്ളത് ദൈവനാമ മഹത്വത്തിന് കാരണമായതൊന്നും നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ. പാസ്റ്റർക്ക് പറയാം. സാധാരണ മനുഷ്യർക്ക് പറഞ്ഞാൽ അനുഭവങ്ങൾ ഉള്ളവർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. പിന്നീട് ദൈവം ഒരു അവസരം തരുമ്പോ നമുക്ക് വിശദമായി പറയാം. വിശദമായെന്ന് പറഞ്ഞാൽ തീരാത്ത എത്ര ഒരു ദിവസം ഒന്നിലധികം അത്ഭുതങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി ലജ്ജിപ്പിക്കാതെ, എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ, ബൈബിൾ കോളേജിന്റെ വിഷയത്തിൽ, പ്രിയരെ, ഞാൻ പറയട്ടെ, 12 മിഷണറിമാരെ ഞാൻ മലബാറിന്റെ വിവിധ സ്ഥാനങ്ങളിൽ വിട്ട് പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. അവര് എല്ലാ മാസവും അവസാന ദിവസം കോഴിക്കോട് വരും. ലാസ്റ്റ് ഒരു രാത്രി മുഴുരാത്രി പ്രാർത്ഥനയാണ്. എല്ലാ മിഷണറിമാരും വന്ന് ബൈബിൾ കോളേജ് കുട്ടികളും കൂടെ എല്ലാ മാസവും മുഴുരാത്രി പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞ് രാവിലെ പോകുമ്പോൾ ഇവർക്ക് സപ്പോർട്ട് കൊടുത്തു വിടണം. ഒരു പ്രാവശ്യം വന്ന് എൻ്റെ കയ്യിൽ ഞാൻ കടം വാങ്ങിക്കത്തില്ല, ഞാൻ ആരോടും ആവശ്യം പറയത്തില്ല, ഞാൻ ദൈവസ്ഥലെടുത്ത തീരുമാനമാണ്. ഇത്രയും കാലഘട്ടത്തിനൊക്കെ ഒരു പിരിവും ആരോടും സഭയിലും പിരിവെടുക്കലില്ല. കാരണം ഇന്ന പോലൊരു പ്രവർത്തനം കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കുക, ബാക്കി ദൈവം ചെയ്യും. ദൈവം ചെയ്തില്ലെങ്കിൽ ദൈവം അത് അനുവദിച്ചില്ല, അത്രയേ ഉള്ളൂ. ഇന്നും എൻ്റെ മോട്ടീവ് അത് തന്നെയാണ്. അങ്ങനെ രാവിലെ ആയപ്പോ എൻ്റെ ഉള്ളിൽ ഒരു വെപ്രാളം. വയനാട്ടിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്ന സഹോദരന്മാര് വണ്ടിക്കൂലി കൊടുക്കാനും പോലും പൈസ ഇല്ല. ഒരു പൈസ എങ്ങും ഞാൻ എവിടെയെല്ലാം തപ്പിയിട്ട് പൈസ ഇല്ല. രാവിലെ ആയപ്പോ എനിക്കൊരു ഭയങ്കര വെപ്രാളം. എന്താ പറയാ, എന്തായാലും ഇവിടെ ആരോടെങ്കിലും ചോദിക്കാനൊക്കെ പറയാനൊക്കെ നമ്മുടെ എല്ലാ തെറ്റ് ഇവര് ചെറുപ്പക്കാര് ആകെ വിഷമിച്ച. ഞാൻ അന്ന് പാർത്ത വീടിനകത്തൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിയിട്ട് ഞാൻ ചെന്ന് ബുക്ക് വെച്ചേക്കുന്ന പുസ്തകങ്ങൾ അടുക്കി വെച്ച് അലമാരിക്കകത്തോട്ട് കൈയിട്ട് ഒരു പുസ്തകം എടുത്ത് ഞാൻ എന്തിനാ എടുത്ത് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങോട്ട് വലിച്ചെടുത്തപ്പോ എന്റെ കണ്ണ് മഞ്ചിപ്പോയി. 100 രൂപയുടെ ഒരു കെട്ട്, 100 രൂപയുടെ ഒരു കെട്ട്. അന്നക്കാലത്തൊക്കെ ഒരു 100 രൂപ കിട്ടിയ അത് ഒരു 10,000 രൂപയുടെ വിലയോടെ കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കെട്ട് നോട്ട്, അതും പുസ്തകം വെക്കുന്ന അലമാരിക്കകത്ത്. ഇന്നും എനിക്കറിയത്തില്ല. നിത്യതയിൽ ഞാൻ ദൈവത്തോട്, ദൈവമേ ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് ഞാൻ ചോദിക്കുവാൻ. കാരണം അത്രയ്ക്കൊരു അത്ഭുതം.
ഒരു കെട്ട് 100-ന്റെ നോട്ട് ആമയെ പെട്ടെന്ന് എടുത്ത് ആമയെ മിഷന്മാർക്കൊക്കെ സപ്പോർട്ട് കൊടുത്തു വിട്ട് അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു ഭയങ്കര ആമയെ പരമ്പര തന്നെ. അടുത്തതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ആമയെ പിന്നീട് ഒരു അവസരം വരുമ്പോൾ എനിക്ക് ആമയെ എല്ലാം പറയാൻ ആഗ്രഹമുണ്ട്. കാരണം ഇതിനകത്തൊന്നും ഒരു അണുകിട അതിശക്തിയില്ല. ഇതിനകത്ത് അണുകിട പിശാച് അവകാശം പറയുന്നത് ഒന്നുമില്ല. അവന്റെ തല തകർത്തവൻ എന്റെ ദൈവമാകയാൽ എനിക്ക് തന്റെ ഇടത്തോടെ പറയാം. എന്റെ കേൾവിക്കാർക്കും സ്തോത്രം. ഈ പ്രോഗ്രാം നടത്തുന്ന അസാദി ടിവിക്കും ഇതൊരു അനുഗ്രഹമായി തീരുക തന്നെ ചെയ്യും. ഞാന് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പത്തനാപുരത്ത് പോകേണ്ട ആവശ്യം വന്നു. ഞാൻ പത്തനാപുരത്ത് പോയപ്പോ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, ഒരു പുതിയ വീട്ടിൽ പ്രാർത്ഥന നടക്കുക, വരണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഉപവാസത്തിലാണ്, ഞാൻ പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ ഒരു ആവശ്യം കൊണ്ട് വന്ന, അതുകൊണ്ട് അല്ല. അദ്ദേഹം നിർബന്ധിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ പോയിട്ട് ബൈക്ക് കൊടുത്തു വിടാം, അതേ പറഞ്ഞു. ഞാന് ഈ പറഞ്ഞ സ്ഥലം എസ്റ്റേറ്റ് ഏറിയ ഒരു സന്ധ്യ ആയപ്പോഴത്തേക്ക് ഞാൻ ചെന്നെത്തിയപ്പോഴത്തേക്ക് ഇരുട്ടായി പോയി. അപ്പൊ ഞാൻ അദ്ദേഹം പറഞ്ഞ കടയിൽ അവിടെ നിന്ന് ഇരുട്ടത്ത് എന്താ ചെയ്യുക, ആരോട് ചെയ്യാം. ഇപ്പൊ ഒരാൾ നടന്നു പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, പേരൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഉയരമുള്ള മല പോലൊരു സ്ഥലത്ത് ഒരു വെളിച്ചം കാണിച്ച്, ഒരു വിളക്ക് കാണിച്ചിട്ട് പറഞ്ഞു, അതാണ് നിങ്ങൾ പറയുന്ന വീടെന്ന് പറഞ്ഞ് എന്നെ ഒരു ഒറ്റയടി പാത ടോർച്ച് അടിച്ച് കാണിച്ചിട്ട് അദ്ദേഹം പോയി. ഞാന് രാത്രിയിൽ അങ്ങനെ തപ്പി പോവാണ്. കപ്പക്കാല പിടിച്ചു പോയി. ഒരു തിട്ട കയറി, 2 തിട്ട കയറി, 3-ാമത്തെ തിട്ടയിൽ എന്റെ കാല് പോയി തട്ടി. അപ്പൊ ഞാന് ഈ 2 കയ്യാല് കയറിയ പോലെ തന്നെ ഞാൻ ആ തിട്ടയിലോട്ട് കയറി ഞാൻ മുമ്പോട്ട് ആഞ്ഞതുമല്ല, ഞാൻ ചവിട്ടിയ ആ തിട്ടയെല്ലാം കൂടെ പെട്ടെന്ന് ഇടിഞ്ഞ് അഗാധമായ ഒരു പൊട്ടക്കിണറ്റിന്റെ അടിയിൽ വെള്ളത്തിൽ ഈ കല്ല് എന്ന് ബും എന്ന ശബ്ദം എന്റെ കാതുകളിലെത്തി. ഞാൻ അപ്പോഴത്തേക്ക് അങ്ങോട്ട് മറിഞ്ഞു. ഞാന് സെക്കൻഡുകൾ കൊണ്ട് എനിക്ക് മനസ്സിലാവും. എന്റെ സെക്കൻഡ് കൊണ്ട് എന്റെ കയ്യിൽ നിന്ന് ബൈബിൾ തെന്നി അങ്ങോട്ട് പോയി. ഞാൻ മുട്ടുകൊണ്ട് ബൈബിൾ പിടിച്ചു. എനിക്കറിയാം, എനിക്ക് മനസ്സിലായി ഞാൻ കെറ്റിലോട്ടാ പോകുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എന്റെ ബോധം പറഞ്ഞു പോയി. പിന്നെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ എനിക്ക് ഓർമ്മ വീഴുമ്പം ഞാൻ കരയ്ക്ക് നിൽക്കുക. കരയ്ക്കെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുക. കരയാണോ അല്ല, ഇരുട്ട്. ഞാൻ നിൽക്കുക. അപ്പൊ എനിക്കൊരു ഭയം ഉണ്ടായി. ദൈവമേ, ഞാൻ കിണറ്റിനകത്ത് പോയ ആളാണല്ലോ, അടിയിൽ വെള്ളമുണ്ടല്ലോ. കാരണം ആ കല്ല് ചെന്ന് വീണ ആ ശബ്ദം, മുഴക്കം എന്റെ കാതി കേട്ടതാണ്. ഞാന് ഇപ്പൊ നിൽക്കുകയാണല്ലോ. അപ്പൊ എനിക്കൊരു പേടി വന്നു. ഇനി കിണറിന്റെ നടുക്കെങ്ങാനും ഞാൻ തങ്ങി നിൽക്കുക, ഇനി അനങ്ങിയ വെള്ളത്തിൽ പോകുന്ന പേടി എനിക്ക് വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ അനങ്ങാതെ നിന്നിട്ട് ഞാൻ ദൈവത്തെ വിളിച്ച്, ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ നോക്കി. ഞാൻ കപ്പക്കാലായി കൂടെ ആന്നല്ലോ വന്നേ. ഇപ്പൊ ഒരു കപ്പയെ പിടികിട്ടി. അത് എനിക്ക് പറയാൻ ഇപ്പോഴും എനിക്കത് മൊത്തം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്നെ ആ പൊട്ടക്കിണറ്റിന്റെ പകുതിയിലപ്പുറം അകത്തു പോയി എന്നെ എന്റെ ദൈവം എടുത്ത് പുറത്തു കൊണ്ടുവന്ന് നിർത്തി. എനിക്ക് ബോധം വന്നപ്പോ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ബൈബിള് ഞാൻ ഇങ്ങനെ ഉച്ചയ്ക്ക് ഇരിക്കാൻ പാട് താഴോട്ട് പോകുമ്പോൾ ബൈബിള് എന്റെ കക്ഷത്തിൽ തെന്നി താഴോട്ട് വന്ന് ഞാൻ മുട്ടുകൊണ്ട് പിടിച്ച്, ഞാൻ എപ്പോ ഓർമ്മ വന്നപ്പോ ആ മുട്ടിനിരിപ്പുണ്ട് എന്റെ ബൈബിൾ. അഗാധമായ ആ പൊട്ടക്കിണറ്റിൽ ആ രാത്രിയിൽ എനിക്ക് വേണ്ടി കാൽവരിയിൽ ജീവൻ തന്ന ദൈവം. ഞാൻ പറയാണ്ട് ദൂതന്മാർ ഇറങ്ങി വന്ന് എന്നെ രക്ഷിച്ചത്. ദൈവം പറഞ്ഞ, അല്ല മകനെ, ഞാനാണ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്നേ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചോ പറയാം, ദൈവമേ, ഞാന് ഈ കിണറിന്റെ സൈഡിൽ കൂടെ അങ്ങ് പോയാൽ പോരെയോ? എന്നെ അവിടുന്ന് എങ്ങനെ അങ്ങ് വിട്ടാ ഞാൻ കിണറ്റി വീഴാനും ദൈവനെ എടുക്കാനും അതിനൊക്കെ എന്ത് ദൈവത്തിന്റെ എന്തോ ഒരു പദ്ധതി ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ അതിന്റെ സൈഡിൽ കൂടെ വഴി അതിലേ ഞാൻ അങ്ങ് പോയാ എന്നെ അങ്ങ് മാറ്റി വിട്ടാ പോരെ. പിന്നെ ഇതാ എന്റെ പ്രിയര്, ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്നോട് ദൈവം ഒരു ചോദ്യം ചോദിച്ചു, ആ കിണറ്റിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഞാൻ നെഞ്ചത്ത് കടിച്ച് പറഞ്ഞ, കർത്താവ് കഴിയില്ല. കാരണം ഞാൻ സുബോധത്തിൽ താഴോട്ട് പോയതാണ്.
എനിക്ക് മുമ്പേ ഇടിഞ്ഞു പോയ കല്ല് വെള്ളത്തിൽ അത് മലമുകളിലുള്ള ആഴവേറിയ കിണറാണ്. ആ സൗണ്ട് കൊണ്ട് എനിക്കറിയാം, ആ മുഴക്കം കൊണ്ട്. ഞാൻ ദൈവത്തോട് പറഞ്ഞ, ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. കർത്താവാണ് എന്നെ രക്ഷിച്ചത്. എന്നോട് ദൈവം പറയാ, പ്രിയരെ, എന്നാൽ ഇനി നീ എന്റേത് മാത്രമാണ്. എന്റെ ജീവിതം ഇനി എന്റേത് മാത്രമാണ്. ഞാൻ ചങ്കത്ത് കൈവച്ച് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ വചനം ഉള്ളതുപോലെ അനുസരിക്കാൻ ഒരിക്കലും എനിക്ക് കഴിയില്ല. കാരണം എനിക്ക് എന്റെ ജീവൻ ഭാര്യ. മറ്റൊന്നും കൊണ്ട് പറയാം, അങ്ങനെ പറയല്ല. പക്ഷേ എനിക്ക് അത്ര അവൾ വിഷമിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതുപോലും അവള് വിഷമിക്കാതിരിക്കാന് ഞാൻ മറച്ചു വെച്ച ആളാ. പിന്നെ എന്റെ കുഞ്ഞുങ്ങൾ എന്നെക്കാളധികം ഭാര്യയോ മക്കളെയോ നിലങ്ങളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല. അങ്ങനെ ഒരു സമർപ്പണത്തിൽ എന്നെ കൊണ്ടുവരാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. പ്രിയരെ, ദൈവനോട് പറഞ്ഞു, ഇനി നീ എന്റെ വകയാണ്. ഇന്നും എന്നെ മടക്കി വിളിക്കുന്നവന് എനിക്ക് ഭാര്യയെക്കാൾ, മക്കളെക്കാൾ, നിലങ്ങളെക്കാൾ, ലോകത്തിലുള്ള സകലത്തെക്കാളും എൻ്റെ യേശു തന്നെ എൻ്റെ സകലവും. ആ ധൈര്യത്തിൽ പ്രിയരെ ഇന്ന് ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എൻ്റെ മക്കളെ ഒന്നും നന്നായി പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മകളുടെ വിവാഹപ്രായമായപ്പം സ്തോത്രം, അവൾക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചു വെച്ചിരുന്നത് എല്ലാം ഞാൻ സബ്ട്രാക്ട് അടിച്ചും കർത്താവിനെ എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ദൈവം കൈവിട്ടില്ല കേട്ടോ. എന്റെ മോക്ക് തക്കതായ വിവാഹം ദൈവം നൽകി. അതിന്റെ സാമ്പത്തിക നന്മകളെല്ലാം എന്റെ തമ്പുരാൻ നേരിട്ട് പ്രൊവൈഡ് ചെയ്തു. എന്റെ കുഞ്ഞുങ്ങൾക്ക് വലിയ നല്ല കഴിവുള്ളവരായിരുന്നു. പക്ഷെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം കർത്താവിന്റെ വേലയോ പഠിപ്പിക്കാൻ പൈസ കൊടുക്കുമോ? സ്തോത്രം. അവരൊക്കെ ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥാനങ്ങളിൽ ദൈവം അവരെ എത്തിച്ചു. സ്തോത്രം. അവരുടെ സാക്ഷ്യമാണ് പലപ്പോഴും എനിക്ക് ഭയങ്കര ധൈര്യം. സ്തോത്രം. മൂത്ത മോന് ബിസിനസ് ചെയ്യുന്നു USA. അവൻ ഇത് അടുത്ത ദിവസം ഫോൺ ചെയ്തപ്പോ എന്നോട്, എന്റെ ചേച്ചിയെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൈസ എടുത്ത് ട്രാക്ട് അടിച്ച് എന്റെ പപ്പായിക്ക് ഈ പൈസയ്ക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരത്തില്ലപ്പ. ധൈര്യമായിരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോനെ പൈക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്റെ ദൈവം ആർക്കും കിടക്കാനല്ല. സ്തോത്രം. ഇളയമോൻ ഇടയ്ക്ക് പറയും, അപ്പായുടെ ജോലി ചെയ്തപ്പോൾ ജോലിയിൽ കാണിച്ച ആത്മാർത്ഥതയാ കർത്താവ് അപ്പായെ കർത്താവിന്റെ വേലയ്ക്ക് വിളിച്ച. കാരണം മെനക്കിടുന്നവനെയൊന്നും കർത്താവിന് വേണ്ട. കർത്താവിന് വേണ്ടി സ്തോത്രം ചങ്കത്ത് കൈവച്ചെന്നും എനിക്ക് പറയാൻ കഴിയും. എന്നെ ജോലിയിലാക്കിയ സ്ഥാനത്ത് ഒരിടത്തും ഞാനൊരു ജോലിക്കാരനായി ജോലി ചെയ്തില്ല. ദൈവം എന്നെ ഏൽപ്പിച്ച രാത്രി എന്നില്ല, പകലെന്നില്ല ഞാൻ ജോലി ചെയ്തെങ്കിൽ ഇന്നും ആ ഭാഗത്തു നിന്നൊരു നന്മ എന്റെ കുഞ്ഞുങ്ങളും ഞങ്ങളും അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ദൈവം വിശ്വസ്ത ദൈവമാണ്. എന്റെ കയ്യിൽ തന്നിരിക്കുന്ന സകല നന്മകളും സ്തോത്രം എന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്റെ ദൈവം ഞാനത് അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് എന്തെല്ലാം കിട്ടിയാലും അവർക്ക് കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതുപോലെ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതകരമായ വഴികൾ തുറന്നവരെ നൽകുന്നു. ഒരു ഇളയ മോന് പാസ്റ്ററായിട്ട് ഓസ്ട്രേലിയയിൽ അവര് സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഞായറാഴ്ച ഞങ്ങളോടുകൂടെ ഇടയ്ക്കിടയ്ക്ക് വരും. ഞായറാഴ്ച ഞങ്ങളോടുകൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കും. മൂത്ത മോനും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു കമ്പനിയോടുള്ള ബന്ധത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരും. കാണുവാനും ഒന്നിച്ച് കൂട്ടായ്മ ആചരിക്കാനും ഞങ്ങൾക്ക് ഓരോക്കെ പോയി ആ രാജ്യത്ത് പോയി കാണാനൊക്കെ ഞങ്ങളെ ഇത്രയും ഉയർത്താൻ ഞങ്ങളുടെ മക്കൾ ഒന്നും ഒരു സാധ്യതയും വെറും സീറോയിൽ നിന്ന് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന ഈ മഹാദൈവം എന്റെ കേൾവിക്കാരോടെയും പറയട്ടെ, നിങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ ഈ ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ആശ്രയിക്കണം. എന്റെ ദൈവം സ്തോത്രം ആരെയും കൈവിടുന്ന ദൈവമല്ല. സ്തോത്രം നമ്മളെ ഓർത്താദരിക്കുന്ന ദൈവമാണ്. നമ്മുടെ തലമുറകളെ ഓർക്കുന്ന ദൈവമാണ്. 1000 തലമുറ വരെ ഓർത്താദരിക്കുന്ന ഇതുപോലൊരു നല്ല ദൈവം ലോകത്ത് ആർക്ക് കിട്ടും? ആ മഹാഭാഗ്യം നമ്മൾ ആസ്വദിക്കുന്നവരായി, സമാധാനമുള്ളവരായി, സന്തോഷമുള്ളവരായി, പ്രത്യാശയുള്ളവരായി, ധൈര്യമുള്ളവരായി, നിത്യതയെക്കുറിച്ച് ഉറപ്പുള്ളവരായി ആത്മമണ്ഡലത്തിൽ മുന്നേറുവാൻ എന്റെ കേൾവിക്കാരെ എല്ലാവരെയും കർത്താവിന്റെ ആത്മാവ് ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ തൽക്കാലം വിരമിക്കട്ടെ. ദൈവം സാധി TV അനുഗ്രഹിക്കട്ടെ. അത് ഒരു അനുഗ്രഹമായി തീരാൻ ദൈവടയാക്കട്ടെ. പ്രൈസ് ലോർഡ്. താങ്ക് യു പാസ്റ്റർ, ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിൽ. ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ? ഇപ്പോൾ അറ്റ് പ്രസന്റ് ബൈബിൾ കോളേജോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊന്ന് പറയാമെങ്കിൽ അനുഗ്രഹമായിരിക്കും. പറയാം. 2005
ബൈബിൾ കോളേജ് നിർത്തി. 2005 നിർത്താൻ കാരണം ആദ്യമൊക്കെ നമുക്ക് നല്ല സമർപ്പണമുള്ള കുട്ടികളെ കിട്ടുമായിരുന്നു. പിന്നെ പല പല ബൈബിൾ കോളേജുകളായി ഒരിടത്ത് പഠിച്ചിട്ട് പിന്നെ വരുന്നവരും അവർക്കൊന്നും ഈ പഠിക്കുക എന്നുള്ളതല്ലാതെ പ്രവർത്തനത്തോട് ഒരു ഉത്സാഹമില്ലാത്ത, നമ്മളിത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാത്രം നടത്തുന്ന സ്കൂളാണ്. വേറൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. ഇവര് സുവിശേഷം പറയാൻ പ്രാപ്തരാകണം, ഇവര് സുവിശേഷ വേല ചെയ്യണം. പലർക്കും വന്നില്ല. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ 2005 ദൈവം പറഞ്ഞു തുടങ്ങിയതാ. 2005 കുട്ടികൾ വന്നാൽ വേണ്ടാന്ന് പറയാൻ ഒക്കത്തില്ല. ദൈവം നിർത്തിയതാണെങ്കിൽ കുട്ടികൾ അപേക്ഷിക്കരുത്. അതിന് തലേ വർഷം വരെ കുട്ടികൾ അപേക്ഷിക്കുമായിരുന്നു. ഈ വരുന്നവരെയൊക്കെ അങ്ങ് എടുക്കുമായിരുന്നു. അല്ലാതെ നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാരണം പിന്നെ 2005 2005 ബാച്ചോടെ കഴിഞ്ഞ് പിന്നെ ബൈബിൾ കോളേജ് നിർത്തി. പ്രവർത്തനം പിന്നെ ഇവിടുത്തെ ഈ അടുത്ത സമയത്തുള്ള ഈ ചർച്ചകളൊക്കെ അടച്ച, അതോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കോവിഡ് 2019 തൊട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ സ്ലോ ഡൗൺ ആയിപ്പോയി. പിന്നെ TV പ്രസംഗിക്കുമായിരുന്നു, അതും അങ്ങ് ഡൗൺ ആയി. ഇപ്പൊ TV-യിലൊന്നും കാണാൻ അങ്ങനെ പ്രേക്ഷകർ പ്രതികരിക്കുന്നില്ല, കേൾക്കേണ്ട അത്രയും സമയം മെനക്കെടാൻ ആൾക്കാരില്ല. പിന്നെ എല്ലാ ദിവസവും ഒരു ചെറിയ മെസ്സേജ് 5 മിനിറ്റ് 10 മിനിറ്റിനകം എല്ലാ ദിവസവും ഞാൻ ചെയ്യും. ചർച്ച അനുഗ്രഹമായി പോകുന്നു. ഇനി ഇപ്പൊ ഞങ്ങളുടെ പ്രവർത്തനം മലബാറിൽ എവിടെയെല്ലാം പോയി ഞങ്ങൾ പ്രവർത്തനം നടത്തിയോ അവിടെയെല്ലാം ഒന്നുകൂടെ വിസിറ്റ് ചെയ്ത്, അവിടെയൊക്കെ ഞങ്ങൾ പോയി കഷ്ടപ്പെട്ടിടത്തൊക്കെ ചർച്ചകളായി പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്നുകൂടെ വിസിറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങള്. എന്ന് പറഞ്ഞാൽ വെറുതെ വന്ന് പോകല്ല. ഞങ്ങള് സെപ്റ്റംബറിൽ ഞങ്ങൾ ഒരു പ്രാർത്ഥന തുടങ്ങിയത്. ഡെയിലി എല്ലാ ദിവസവും ഒരു ദിവസം വിടാതെ ഒരു പ്രാർത്ഥന. അധികം ആളൊന്നും കാണില്ല, ഒരു ആത്മീയമാണ്. അതിനകത്ത് 240 ഉപവാസം, ഒരു 21 ഉപവാസമൊക്കെ നടന്നിട്ടുണ്ട്. സെപ്റ്റംബർ തൊട്ട് ഇപ്പോഴും ആ പ്രാർത്ഥന തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു ആത്മീയ ഉണർവിലേക്ക് ദൈവം അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വിവിധ വീര്യപ്രവർത്തികളാൽ വചനത്തെ ഉറപ്പിക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷയുടെ വെളിപ്പാടിനായും മലബാറിൽ ഈ 6 ജില്ലകളിലും ഞങ്ങൾ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച ആ മലപ്രദേശങ്ങളിലൊക്കെ ഒന്നുകൂടെ സ്തോത്രം ഒരു വിസിറ്റിന് വേണ്ടി ഞങ്ങൾ ആത്മീയമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മലബാറിൽ ഒരു ആത്മീയ ഉണർവ് ദൈവം അയക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം വന്ന് ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിൽ, ദീർഘവർഷത്തെ ശുശ്രൂഷാനുഭവങ്ങൾ, കർത്താവിൻ്റെ കരുതല്, കർത്താവിൻ്റെ പ്രൊവിഷനൊക്കെ അനുഭവിപ്പാനിടയായി തീർന്നു. കർത്താവ് ആർക്കും കടക്കാരനല്ല. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ചിലവിട്ട് ദൈവത്തെ സേവിച്ചപ്പോൾ നമ്മുടെ തലമുറയെ കർത്താവ് മാനിക്കുവാനിടയായി തീർന്നു. ഞാൻ കേട്ടിട്ടുള്ള എല്ലാ ജീവിതാനുഭവങ്ങളിലും അങ്ങനെ കർത്താവിന് വേണ്ടി നിന്നിട്ടുള്ള ദൈവമക്കളുടെ ഒക്കെ തലമുറയെ കർത്താവ് മാനിച്ചിട്ടുണ്ട്. അത് പിന്നെയും ആവർത്തിച്ച് കർത്താവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ആരൊക്കെ ചിലവായി പോയിട്ടുണ്ടോ, ചിലവിട്ടിട്ടുണ്ടോ, കർത്താവ് അവർക്കാർക്കും കടക്കാരനല്ല. അവരെയും അവരുടെ തലമുറയും മാനിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ സ്തോത്രം. പാസ്റ്ററുകൾ ഇത് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പാസ്റ്ററുകൾ തന്നെ ഒന്ന് ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ച് ബെനഡിക്ഷനും പാസ്റ്ററുകൾ തന്നെ പറഞ്ഞാട്ടെ. Praise the Lord Jesus name. Hallelujah. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, സമയഭേദം കൂടാതെ സ്ഥലഭേദം കൂടാതെ പാദപടം അണഞ്ഞ് അബാപിതാവേ എന്ന് വിളിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് എന്ന മക്കൾ എന്ന പദവിക്കായി സ്തോത്രം. കർത്താവേ, അസാദ് TV വാത്സല്യ പാസ്റ്റർ കുടുംബം തലമുറകൾ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട്
ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരെയും ലോകത്തെവിടെ നിന്ന് ആര് കേട്ടാലും അവരുടെ ജീവിതത്തെ ആത്മീയമായ ഒരു ഉത്തേജനത്തിന് മുഖാന്തരമായി തീരട്ടെ. ഇത്ര ഒരു നല്ല ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന് ഉറപ്പും ധൈര്യവും കർത്താവെ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നതും ചെലവിടുന്നതും ഒന്നും മറന്നു കളയാത്ത, തലമുറകളായി ഓർത്താദരിക്കുന്ന, 1000 തലമുറ വരെ ഓർത്താദരിക്കുന്ന ഒരു മഹാദൈവത്തെയാണ് സേവിക്കുന്നതെന്നുള്ള ഉറപ്പും ധൈര്യവും പ്രത്യാശയും കർത്താവെ എന്റെ കേൾവിക്കാർക്ക് എല്ലാവർക്കും നൽകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു പ്രാവശ്യം കൂടെ സ്വർഗത്തിലെ ദൈവം അടിയുന്ന അധികാരത്തിൽ അസാദ് ടിവിയെയും ദൈവദാസനെയും കുടുംബത്തെയും എന്റെ കേൾവിക്കാരെയും അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ചു വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകമെന്ന വിശുദ്ധന്മാരോടും കൂടെ ഇന്നുമെന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഒരു പ്രാവശ്യം നന്ദി പറയുക, ഇത്രയും സമയങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നൽകിയതിൽ ദൈവം ഇനി മാനിക്ക് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രേക്ഷകരോടുള്ള നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.